യെസ് മക്കളെ, ഗുഡ് ഈവനിങ് എവരി വൺ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമാണെങ്കിലും ഷർട്ട് കൈ വീശാം. യെസ്, ഓക്കെ. അപ്പോൾ നമ്മളെ എക്സാം അല്ലേ, നമ്മൾ പടിവാതിൽക്കൽ നിൽക്കുവാണ്. കഴിഞ്ഞ എക്സാമുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? എളുപ്പമായിരുന്നു എന്നുള്ളവരൊന്ന് കൈ വീശുക. എളുപ്പമായിരുന്നോ? സെറ്റായിരുന്നോ? ഓക്കെ. യെസ്. അപ്പോൾ നമ്മുടെ സയൻസ് എക്സാം എഴുതാൻ വേണ്ടി എല്ലാവരും റെഡി ആവുകയാണ്. കെമിസ്ട്രി അല്ലേ, ഇന്നലെ ബയോളജി പഠിച്ചു, ഇന്ന് നമ്മൾ കെമിസ്ട്രിയാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ കെമിസ്ട്രി എല്ലാവരും റിവിഷനൊക്കെ ചെയ്ത് സെറ്റാണെങ്കിലും ഷർട്ട് കൈ വീശാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വരെ എല്ലാവരും ആക്റ്റീവായിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നും പഠിക്കാൻ തുടങ്ങാം. അതിന് മുമ്പ് നമ്മുടെ സ്ഥിരം ഉള്ള പരിപാടി എന്താണ്, മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നിവർന്നിരിക്കുക. എല്ലാ കുഞ്ഞുമക്കളും നിവർന്ന് കണ്ണുകളൊക്കെ അടച്ച് ഇരിക്കുക. ശേഷം ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുത്ത് സാവധാനം പുറത്തേക്ക്. ഒരിക്കൽ കൂടി ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിക്കാം. എല്ലാ കാര്യങ്ങളും ദൈവത്തിലേക്ക് അർപ്പിക്കുക. സന്തോഷവും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം നമുക്ക് ദൈവത്തോട് പറയാം. നല്ലപോലെ പഠിക്കാൻ പറ്റണമെന്നും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റണമെന്നും കിട്ടുന്ന അറിവുകളെല്ലാം ജീവിതത്തിൽ ഉപകാരമുള്ള അറിവാക്കി തരണമെന്നും ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെ എക്സാമിന് വരണമെന്നും അത് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്ത് ഉയർന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ, നിങ്ങളുടെ സഹപാഠികൾക്കും നല്ല മാർക്ക് മേടിക്കാൻ പറ്റണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പേരൻസിനെയും ടീച്ചേഴ്സിനെയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവർക്കും വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവരുടെ എല്ലാം അനുഗ്രഹങ്ങൾ ജീവിതത്തിലുടനീളം ഉണ്ടാകാൻ വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മക്കളെ, വീണ്ടും ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, സാവധാനം പുറത്തേക്ക് വിടുക. അവസാനം വീണ്ടും ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക്, സാവധാനം പുറത്തേക്ക്. നല്ലൊരു പുഞ്ചിരിയോടുകൂടി പതിയെ കണ്ണുകൾ തുറക്കാം. യെസ്, വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് എവരി വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ 7 ചാപ്റ്റർ ഉണ്ട്. 7 ചാപ്റ്റർ നമുക്ക് 2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ കുഞ്ഞുമക്കളും സെറ്റായിട്ടിരിക്കുക. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നാളെ നിങ്ങൾക്ക് എക്സാമിന് വന്നിരിക്കും. ഓക്കെ, സെറ്റല്ലേ? ആണോ? എല്ലാവരും റെഡിയാണോ? നമ്മളൊരു മാരത്തണ, ഒരു ഓട്ട മത്സരത്തിന് തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവരും ഓടാൻ റെഡിയല്ലേ? അവസാനം വരെ ഓടി തീർക്കില്ലേ? ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കില്ല? നിങ്ങൾ എത്തിക്കും അല്ലേ? ഇടയ്ക്ക് വെച്ച് പറ്റില്ല സാറേ എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകുക, അല്ലെങ്കിൽ പോവരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുക, പേടിക്കേണ്ട. നമുക്ക് 2 ബ്രേക്ക് ഉണ്ട്. ഓക്കെ, 2.5 മണിക്കൂറിൽ 2 ബ്രേക്കിനും തരും. ഓക്കെ, ഇടയ്ക്കൊന്ന് വിശ്രമിക്കാൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, സാറുമാരെ കൊണ്ട് എടാ ശ്രദ്ധിച്ചിരിക്കടാ, എടാ നോക്കിയിരിക്കടാ, എടാ നേരെ ഇരിക്കടാ, ഇങ്ങനെയൊന്നും പറയിപ്പിക്കരുത്. ഓക്കെ, അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാക്കരുത് നിങ്ങൾ. ഓക്കെ, എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണം. സെറ്റല്ലേ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ അല്ലേ, ദ്രവ്യങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് പറയുന്ന ചാപ്റ്ററാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ഓൾറെഡി വിന്നേഴ്സിലുള്ള കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു തന്നായിരുന്നു ഇല്ലേ, റിവിഷൻ ടൈമിൽ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നായിരുന്നു. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഓക്കെ, വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ സബ്സ്റ്റൻസ് വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്? ആ താപം ആഗിരണം ചെയ്യുമ്പോൾ പദാർത്ഥങ്ങളുടെ താഴെ പറയുന്ന സവിശേഷതകൾക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് പറയണം. സെറ്റാണല്ലോ? പറയില്ലേ? പറയണം. ഓക്കെ, ഫസ്റ്റ് ഇത് എനർജി ഓഫ് പാർട്ടിക്കിൾസ്, കണികളുടെ ഊർജം കൂടുമോ കുറയുമോ എന്നുള്ളതാണ്. ഓക്കെ, ഇൻക്രീസ് ചെയ്യുമോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. എനർജി ഓഫ് പാർട്ടിക്കിൾസ്. ബി, അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികൾ തമ്മിലുള്ള ആകർഷണ ബലം കൂടുമോ കുറയുമോ, ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ. സി, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികൾ തമ്മിലുള്ള അകലം. ഓക്കെ, കണികൾ
തമ്മിലുള്ള അകലം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ. ഡി മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, കണികകളുടെ ചലനം ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം അല്ലേ, ഇതറിയാവുന്നതാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് സാറ് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ എ ഇൻക്രീസസ്. എന്താണ് എനർജി ഓഫ് പാർട്ടിക്കിൾസ്, കണികളുടെ ഊർജ്ജം എന്ത് ചെയ്യും മക്കളെ, ഇൻക്രീസ് ചെയ്യും, കൂടും. ഓക്കെ, അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ത് ചെയ്യും മക്കളെ, ഡിക്രീസ് ചെയ്യും, കുറയും. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികളുടെ തമ്മിലുള്ള അകലം. ഓക്കെ, കണികൾ തമ്മിലുള്ള അകലം, ആകർഷണ ബലമാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്, ഇനി അകലം എന്ത് സംഭവിക്കും, ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്, കണികളുടെ ചലനം എന്ത് ചെയ്യും മക്കളെ, ഇൻക്രീസ് ചെയ്യുന്നു, കൂടുന്നു. എപ്പോ, ഹീറ്റ് അബ്സോർവ് ചെയ്യുമ്പോൾ, ഒരു സബ്സ്റ്റൻസ് ഹീറ്റ് അബ്സോർവ് ചെയ്യുമ്പോൾ, താപം ആഗിരണം ചെയ്യുമ്പോൾ. ക്ലിയർ ആണോ? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ എല്ലാവരും പഠിച്ചു വെച്ചോളാം. സെറ്റ് അല്ലേ? ആണെങ്കിൽ ഷർട്ട് എന്ന് കൈവശിക്കേ. സെറ്റ് അല്ലേ? യെസ് യെസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ടേബിളാണ്. Some data regarding the 3 states of matter are given in the table. Complete the table. എന്താ, ദ്രവ്യത്തിന്റെ 3 അവസ്ഥകളെ പറ്റിയുള്ള ചില വസ്തുതകൾ പട്ടികയിൽ തന്നിരിക്കുന്നു. വിട്ടുപോയവ പൂർത്തിയാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നല്ലൊരു ഫിസിക്കൽ സ്റ്റേറ്റ് അവസ്ഥ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ, ഖരം, ദ്രാവകം, വാതകം. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, കണികൾ തമ്മിലുള്ള അകലം. മക്കളെ എന്ത് ചെയ്യൂടെ ഇവിടെ, എന്ത് ചെയ്യും? എയുടെ ആൻസർ എന്തായിരിക്കും? അതുപോലെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ചലന സ്വാതന്ത്ര്യം, ഇവിടെ എന്തായിരിക്കും? ബിയുടെ ആൻസർ എന്തായിരിക്കും? ഓക്കെ, സിയുടെ ആൻസർ എന്തായിരിക്കും? ലിക്വിഡ്, ദ്രാവകത്തിന്റെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ചലന സ്വാതന്ത്ര്യം എന്തായിരിക്കും? ഓക്കെ, ഡി എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്, കണികൾ തമ്മിലുള്ള അകലം, ഗ്യാസിന്റെ അവസ്ഥയിൽ എന്തായിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് ഏത് രീതിയിലാണ് എഴുതേണ്ടതെന്ന്, നമുക്കൊരു സാമ്പിൾ മറ്റുള്ളതിൻ്റെ ഒക്കെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഓർത്ത് നോക്കി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ വെറുതെ ഇരിക്കുമോ? വെറുതെ ഇരിക്കുമോ? ഇല്ല, എഴുതും. എന്ത് എഴുതുമെന്ന് ഒന്ന് നോക്കിക്കേ. യെസ് സാർ, ഒരാൾ വിളിച്ചോ. ആരാണ്? യെസ്, ഏഞ്ചൽ പറയുന്നു സാറിനെ ഓർക്കും. എന്നെ ഓർത്തിട്ട് ഒരു കാര്യമില്ല, എന്താണ് നമ്മൾ പറയില്ല, ദൈവത്തെ ഓർക്കും എന്ന് പറയില്ല, അതുപോലെയാണ് സാറിനെ ഓർക്കും. ഓക്കെ, യെസ്, നമുക്ക് ആരാണ് സാർ? ശിഖ അല്ലെ? ശിഖയാണെങ്കിൽ തുടക്കത്തിലെ വെള്ളം കുടിക്കാൻ തുടങ്ങി. അപ്പൊ എന്തായിരിക്കും അവസ്ഥ അവസാനിക്കാൻ നേരത്തെ? ഓക്കെ, ശിഖ ഗുഡ് ഈവനിങ്. യെസ് മോളെ, ഇതിന്റെ ആൻസർ ഒന്ന് പറയാൻ പറ്റുമോ? എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെ ആൻസർ? കമ്പാരിറ്റീവ്ലി ക്ലോസ് ടു ഈച്ച് അതർ ആണ്. അത് നമുക്ക് ആൻസർ തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് സോളിഡിന്റെ അവസ്ഥയിൽ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആ ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും അല്ലെ? ടൈറ്റ്ലി പാക്ഡ് ആയിരിക്കും, അതായത് വളരെ എന്താണ്, അടുത്തായിരിക്കും. എന്താ, കണികൾ എന്ന് പറയുന്നത് അല്ലെ, വളരെ അടുത്തായിരിക്കും. ഓക്കെ, ബിയുടെ ആൻസർ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്തായിരിക്കും മക്കളെ? മോളെ അന്നേരം അവിടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ടാവുമോ? ഇല്ല. സോ ദർ ഇസ് നോ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അല്ലെ, അവിടെ ചലന സ്വാതന്ത്ര്യം ഇല്ല അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിക്വിഡിന്റെ സിയുടെ ആൻസർ പറയാൻ ആരാണ് സാർ വരുന്നത്? എന്നെ ഓർക്കുമെന്ന് പറഞ്ഞ അത്രയും എന്നെ സ്നേഹിക്കുന്ന ഏഞ്ചൽ കുട്ടി പറയും. ഓക്കെ, യെസ് ഗുഡ് ഈവനിങ് മോളെ, പറഞ്ഞു സിയുടെ ആൻസർ എന്തായിരിക്കും? യെസ്, ലിറ്റിൽ മോർ ഫ്രീഡം ദാൻ സോളിഡ്. അതല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി എന്താണ്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അവിടെ ഉണ്ടാകും, താരതമ്യേന ചലന സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും എന്ന് പറയാം അല്ലെ? യെസ്, വെരി ഗുഡ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിയുടെ ആൻസർ ഞാൻ തന്നെ പറയാം. ഡിയുടെ ആൻസർ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഇസ് ലാർജ് അല്ലെ? ലാർജ് ഡിസ്റ്റൻസ് ഉണ്ടാകും അവിടെ. എന്താണ്, കണികളുടെ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും. എവിടെ? ഗ്യാസ്, വാതകത്തിന്റെ അവസ്ഥയിൽ. ക്ലിയർ ആണോ മക്കളെ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും, പഠിച്ചു വെച്ചോളണം. ചോദിച്ചിട്ടുണ്ട്. നാളെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്നെ ഓർത്തില്ലെങ്കിലും വേണ്ടില്ല മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഓർത്ത് ആൻസർ ചെയ്തോളണം കേട്ടോ. ഓക്കെ, യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അതിന്റെ ആൻസർ ആണ് ടൈറ്റ്ലി പാക്ഡ്, അല്ലെങ്കിൽ വളരെ അടുത്താണ്. ബി നോ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ചലന സ്വാതന്ത്ര്യം ഇല്ല. ഓക്കെ, കമ്പാരിറ്റീവ്ലി ലെസ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, താരതമ്യേന ചലന സ്വാതന്ത്ര്യം കുറവാണ്. ഡിയുടെ ആൻസർ ലാർജ് ഡിസ്റ്റൻസ്, അകലം കൂടുതലാണ്. ഓക്കെ, പഠിച്ചു വെച്ചോളണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെച്ചോളണം. സെറ്റാണോ സർവേഷ്? സെറ്റാണോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാച്ച് ദ ടേബിൾ. എന്താണ്? പട്ടിക ശരിയായ രീതിയിൽ എഴുതുക.
ഓക്കെ, എങ്ങനെയാ നമുക്ക് മിക്സ്ചർ തന്നിട്ടുണ്ട്, മിശ്രിതം അല്ലെങ്കിൽ ഒക്കേഷൻ സന്ദർഭം തന്നിട്ടുണ്ട്, മെത്തേഡ് ഓഫ് സെപ്പറേഷൻ വേർതിരിക്കുന്ന രീതി തന്നിട്ടുണ്ട്, പ്രോപ്പർട്ടി യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഗുണവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കിക്കേ. മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് അസറ്റോൺ, ജലവും അസറ്റോണും ചേർന്ന മിശ്രിതത്തെ നമ്മൾ ഏത് രീതിയിലാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഏത് രീതിയിലായിരിക്കും മക്കളെ? ഒന്ന് ചാറ്റിലേക്ക് മെസ്സേജ് ഇട്ടേടാ, ഒന്ന് ചാറ്റിലേക്ക് മെസ്സേജ് ഇട്ടേ, പെട്ടെന്നാവട്ടെ. യെസ് വെരി ഗുഡ്. എന്താണ് മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് അസറ്റോൺ? നമ്മൾ ഇതിലെ ഏത് രീതിയിലായിരിക്കും? ഡിസ്റ്റിലേഷൻ, സ്വേദനം. എല്ലാവരും ആവേശത്തിലിടുന്നുണ്ട്. ഡിസ്റ്റിലേഷൻ സ്വേദനമാണ് കേട്ടോ. ഓക്കെ, എന്തായിരുന്നു ഡിസ്റ്റിലേഷൻ സ്വേദനം? എന്തായിരുന്നു? ലാർജ് ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് കമ്പോണൻസ് അല്ലെ, ഘടകങ്ങളുടെ തിളനിലയിൽ വലിയ വ്യത്യാസം കാണിക്കുന്നവരെയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ അല്ലെ അല്ലെങ്കിൽ സ്വേദനം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ വർഷവും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള സെപ്പറേഷൻ മെത്തേഡിന്റെ ഭാഗത്ത് നിന്ന് പഠിച്ചു വെച്ചോളണം. സെറ്റ് അല്ലേ? ഓക്കെ, സെക്കൻഡ് മിക്സ്ചർ ഓഫ് പെട്രോൾ ആൻഡ് കെറോസിൻ. എന്താണ്? പെട്രോളും മണ്ണെണ്ണയും ചേർന്ന മിശ്രിതം. ഏത്? യെസ് ഞാൻ പറഞ്ഞു തുടങ്ങിയില്ല, അപ്പോഴത്തേക്ക് നമുക്ക് ചാറ്റിലേക്ക് വരുന്നുണ്ട്. എന്താണ്? ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ, അംശിക സ്വേദനം അല്ലെ. ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ അംശിക സ്വേദനം ഉപയോഗിച്ചാണ്. അതെന്തായിരിക്കും മക്കളെ? ദ സ്മോൾ ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് കമ്പോണൻസ്. എന്താണ്? ഘടകങ്ങളുടെ തിളനിലയിലെ ചെറിയ വ്യത്യാസം അല്ലെ, അവിടെയാണ് നമ്മൾ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ അംശിക സ്വേദനം ഉപയോഗിക്കുന്നത്. അടുത്തത് ടു സെപ്പറേറ്റ് ദ ബ്ലഡ് സെൽസ് ഫ്രം ബ്ലഡ്, രക്തത്തിലെ രക്തകോശങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് സെൻട്രിഫ്യൂഗേഷൻ. എന്താ സെൻട്രിഫ്യൂഗേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. തൈര് കടഞ്ഞെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണ് സെൻട്രിഫ്യൂഗേഷൻ. അത് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് സെൻട്രിഫ്യൂഗേഷൻ. ഡിഫറൻസ് ഇൻ ദ മാസ് ഓഫ് ദ കമ്പോണന്റ്, ഘടകങ്ങളുടെ ഭാര വ്യത്യാസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത് മക്കളെ? സെൻട്രിഫ്യൂഗേഷൻ. ക്ലിയർ ആണെങ്കിൽ ഉഷാറുടെ കൈവീശാം. സെറ്റ് ആണോ എല്ലാവർക്കും? യെസ് വെരി ഗുഡ്. ആക്റ്റീവ് ആയിട്ടിരിക്കുക ഇഷാന. സെറ്റ് ആണോ മോളെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. That choose the appropriate statement applicable to solid substances from the following. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ഖരം പദാർത്ഥങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് എഴുതുക. The energy of constituent particles is very high. കണികളുടെ ഊർജ്ജം വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? സോളിഡിന്റെ കേസിൽ അങ്ങനെയാണോ? എനർജി ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് വെരി ഹൈ ആണോ? കണികളുടെ ഊർജ്ജം വളരെ കൂടുതലാണോ? അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഹാവിങ് ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, കണികൾക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് മക്കളെ? എ ആണെന്നുണ്ടെങ്കിൽ 1 കാണിക്കാം, ബി ആണെന്നുണ്ടെങ്കിൽ 2 കാണിക്കാം. പെട്ടെന്ന് പോരട്ടെ. അനർഗിയ CS ഏതാ മോളെ? 1 ആണോ 2 ആണോ? കാണിച്ച ക്ലിയർ ആയില്ല. 2 എന്നാണ് കാണിക്കുന്നത്. ഓക്കെ 2 എന്നാണ് കാണിക്കുന്നത്. ബി ആൻസർ. ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഹാവ് ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, കണികളുടെ ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണെന്നുള്ളതാണ് സോളിന്റെ കാര്യത്തിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഈ ഏകദേശം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. മനസ്സിലായല്ലോ? അപ്പൊ പഠിച്ചു വെച്ചോളണം. ഓക്കെ, വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. ഇത് ഇനി പല രൂപത്തിലും ചോദിക്കും. ഇപ്പൊ നമ്മൾ ഈ 4 ക്വസ്റ്റ്യൻ ഇട്ടില്ലേ, ഇത് വേറെ പല രീതിയിലും ചോദിക്കും. പക്ഷെ എന്താണ്? ഏകദേശം ആൻസർ എല്ലാം സെയിം ആയിരിക്കും കേട്ടോ. ഓക്കെ, കഴിഞ്ഞില്ല, ഇറങ്ങി പോകല്ലേട്ടാ. ഇന്ന് കെമിസ്ട്രി ആണ് സാർ, പെട്ടെന്ന് കഴിഞ്ഞ പരിപാടി, ടാറ്റ ബബൈ എന്ന് പറഞ്ഞ് ഇറങ്ങി പോലെ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ആണ് നമ്മൾ കഴിഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ടൈമിലുള്ളതുകൊണ്ട് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലെ, സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ അല്ല, ചാപ്റ്റർ. ദ ബേസിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് മാറ്റർ, പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്റർ അല്ലെ. വളരെ സിമ്പിളായ ചാപ്റ്റർ ആണ്. ആണെങ്കിൽ ഷർട്ട് കഴിച്ചാം. മെൽവിൻ BS, മെൽവിൻ്റെ മുടിയിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കണം. എന്താ മെൽവിൻ സുഖാണെന്നൊന്നും കൈവീശാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകാം. സെക്കൻഡ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ടേബിൾ, അനുയോജ്യമായി അത് പൂരിപ്പിക്കുക. ഓക്കെ, നെയിം ഓഫ് എലമെന്റ്, മൂലകത്തിന്റെ പേര് തന്നിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ എന്താണെന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാർബണിന്റെ സിമ്പിൾ എന്താണെന്ന് ഒന്ന് ചാറ്റിലേക്ക് ഇട്ടേ. കാർബണിന്റെ സിമ്പിൾ എന്തായിരിക്കും? എല്ലാവരും വാശിയേറിയ രീതിയിലാണ് ആൻസേഴ്സ് വരുന്നത്. C ആണ് അല്ലെ. കാർബണിന്റെ സിമ്പിൾ C ആണ്. ഓക്കെ, ബി നൈട്രജൻ
ആണ് എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയി, സോറി. എന്നാണ് സിമ്പിൾ വന്നിരിക്കുന്നത് അറിയാതെ നൈട്രജൻ എന്ന് പറഞ്ഞു പോയി. ഓക്കെ, നൈട്രജൻ ആണ് ബിയുടെ ആൻസർ കേട്ടോ. ഓക്കെ, കാൽഷ്യം, നെയിം ഓഫ് എലമെന്റ്, മൂലകത്തിന്റെ പേര് കാൽഷ്യം എന്നാണെങ്കിൽ അതിനെ കാണിക്കുന്ന സിമ്പിൾ മക്കളെ ഒന്ന് ഇട്ടേടാ പെട്ടെന്നാവട്ടെ. യെസ്, വെരി ഗുഡ്, Ca അല്ലെ, കാൽഷ്യം Ca ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയ ആൻസേഴ്സ് ആയിരുന്നു. നമുക്ക് നോക്കാം ആൻസേഴ്സ്. എയുടെ ആൻസർ സി, ബിയുടെ ആൻസർ നൈട്രജൻ, സിയുടെ ആൻസർ കാൽഷ്യം Ca അല്ലെ. ഓക്കെ, പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നാളെ. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോളിക്യൂൾസ് വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ്. താഴെ കൊടുത്തിരിക്കുന്ന തന്മാത്രകളിലെ തുല്യ എണ്ണം ആറ്റമുള്ളവ തിരഞ്ഞെടുക്കുക. തുല്യ എണ്ണം ആറ്റമുള്ളവ തിരഞ്ഞെടുക്കുക. ഓക്കെ, CO2 വന്നിട്ടുണ്ട്, NaCl, NH3, H2O, സിങ്ക് ക്ലോറൈഡ് ZnCl2, SO2, H2O2. ഓക്കെ, ഇത്രയും പേരാണ് തന്നിരിക്കുന്നത്. തുല്യ നമ്പർ ഉള്ളവർ മാത്രം തിരഞ്ഞെടുത്താൽ മതി. നോക്കിക്കേടാ, CO2 എത്ര പേരുണ്ടടാ? CO2 എത്ര ആറ്റം ഉണ്ട്? 3 ആറ്റം. 2 അല്ലടാ, 3 ആറ്റം. ഒരു കാർബൺ, O2 എന്ന് പറയുമ്പോൾ 2 ഓക്സിജൻ അല്ലെ, അപ്പൊ 3 പേര്. കാർബൺ ഒരാള്, 2 ഓക്സിജൻ ഉണ്ട് O2 എന്ന് പറയുമ്പോൾ, അങ്ങനെ മൊത്തം 3 പേര്. NaCl സോഡിയം ഉണ്ട്, ക്ലോറൈഡും ഉണ്ട് അല്ലെ. Na എന്ന് പറഞ്ഞാൽ സോഡിയം, Cl എന്ന് പറഞ്ഞാൽ ക്ലോറിൻ, അപ്പൊ 2 പേരുള്ളൂ. NH3 എത്ര പേരുണ്ട് മക്കളെ? നൈട്രജൻ ഒരാളുണ്ട്, 3 ഹൈഡ്രജനും ഉണ്ട്, അപ്പൊ മൊത്തം എത്ര പേര് വന്നു അവിടെ? 4 പേര് വന്നു അല്ലെ. ഇനി H2O 2 ഹൈഡ്രജനും 1 ഓക്സിജനും 3 പേര്. സിങ്ക് ക്ലോറൈഡിലോ Zn, സിങ്കും അതുപോലെ തന്നെ Cl2 എന്ന് പറയുമ്പോൾ 2 ക്ലോറിനും, മൊത്തം 3 പേര്. SO2 1 സൾഫറും 2 ഓക്സിജനും അല്ലെ, അപ്പം 3 പേര് തന്നെ. H2O2 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് 4 പേരുണ്ട് അല്ലെ. അപ്പം ഇവിടെ നമുക്കറിയാം ഇവിടെ എത്ര ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൻസറിലേക്ക് പോകുമ്പം CO2 അല്ലെ, H2O, സിങ്ക് ക്ലോറൈഡ്, SO2, ഇവിടെ എല്ലാം എത്ര പേരാ മക്കളെ? 3 പേര് വെച്ച് അല്ലെ. 3 പേര് വെച്ചാണ്, 3 ആറ്റങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് അവരെല്ലാം ഒരുമിച്ച് എഴുതാം. പിന്നെ NH3നെയും അതുപോലെ തന്നെ H2O2നെയും നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം. കാരണം എന്തുകൊണ്ടാണ്? NH3 എന്ന് പറഞ്ഞാൽ 4 പേരുണ്ട്, H2O2 എന്ന് പറഞ്ഞാലും 4 പേരുണ്ട്. അതുകൊണ്ട് അവരെയും വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആറ്റങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് എങ്ങനെയൊക്കെ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടോ, പഠിച്ചു വെച്ചോളാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം നൽകിയിരിക്കുന്നു. ഓക്കെ, ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ ഇസ് ഗിവൻ. ഓക്കെ, 4Fe plus 3O2 gives 2Fe2O3. ഇതാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നതിന്റെ കെമിക്കൽ ഇക്വേഷൻ, രാസപ്രവർത്തനത്തിന്റെ രാസസമവാക്യം. ഓക്കെ, റൈറ്റ് ദ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങളെയും ഉൽപ്പന്നങ്ങളെയും എഴുതുക. റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് ആറ്റംസ്. ആകെ അഭികാരക ആറ്റങ്ങളുടെ എണ്ണം എഴുതുക. നോക്കിക്കേ മക്കളെ, ഒന്ന് നോക്കിക്കേ, ഇതിലെ റിയാക്ടൻസ് ആരാണ്, പ്രൊഡക്റ്റ് ആരാണ്, അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ആരാണെന്ന് പറയാൻ സാറേ ആര് വരും? ആരെ വിളിക്കാം? അപൂർവ. യെസ്, അപൂർവമായ എന്തെങ്കിലും ഉത്തരങ്ങൾ കിട്ടുമോ നമുക്ക് നോക്കാം. അപൂർവയിൽ നിന്ന് അപൂർവ KV അല്ലേ? യെസ്, ഗുഡ് ഈവനിങ്. കുഴപ്പമില്ല, കുട്ടി പഠിച്ചതിൻ്റെ ഒരു സ്ട്രെസ്സിലും സാറ് വിളിച്ചതിൻ്റെ എന്താ പറയുക എക്സൈറ്റ്മെന്റിലും അറിയാതെ ഗുഡ് മോർണിംഗ് പറഞ്ഞു പോയതാ. മോർണിംഗ് ബാച്ച് ആണോ മോള്? അതുകൊണ്ടാണേ മോർണിംഗ് ബാച്ചിൽ എപ്പോഴും നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അറിയാതെ ഈവനിങ് ആയപ്പോൾ നമ്മൾ അത്രയും ചിന്തിച്ചില്ല. കുഴപ്പമില്ല. ഓക്കെ അപൂർവ പറഞ്ഞു. എന്താ മോളെ? അതെ, എയുടെ റിയാക്ടൻസ് അഭികാരങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ റിയാക്ഷനിലെ. 4Fe എന്ന് പറയണമെന്നില്ല, Fe. ഓക്സിജൻ. യെസ്, Fe ആൻഡ് ഓക്സിജൻ, O2 എന്നുള്ളത് അല്ലേ? വെരി ഗുഡ്. ഓക്കേടാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൊഡക്റ്റ് ഏതായിരിക്കും? Fe2O3 ആയിരിക്കും പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് ആറ്റംസ്. അഭികാര ആറ്റങ്ങളുടെ എണ്ണം നോക്കി എഴുതുക. എത്രയാണ് മക്കളെ? 4 Fe ഉണ്ട് ഇല്ല മക്കളെ? 4 Fe ഉണ്ട്. അപ്പോൾ എത്രയായി? 4 ആറ്റം അവിടെ തന്നെയായി. പിന്നെ 3 O2 ഉണ്ട്. അപ്പൊ 3 × 2 അല്ലെ? ഈ 3നെ ഈ 2 വെച്ച് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ 3 O2 വരുമ്പോ 6. അപ്പൊ 6 ഉം 4 ഉം മൊത്തം എത്ര ആറ്റങ്ങളുണ്ട് മക്കളെ? 10 ആറ്റങ്ങൾ അല്ലെ? 10 ആറ്റങ്ങളാണുള്ളത്.
മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെച്ചോളണം. ഓക്കെ, അതാണ് ആൻസേഴ്സ്. റിയാക്റ്റൻസ് അഭികാരങ്ങൾ എന്തൊക്കെയാണ്? അയൺ, Fa, ഓക്സിജൻ. ഓക്കെ, അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളായിട്ട് വരുന്നത് അയൺ ഓക്സൈഡ് അല്ലെങ്കിൽ Fe2O3 ആണ്. ഓക്കെ, ആൻസറിലേക്ക് വരാം. ആറ്റങ്ങളുടെ എണ്ണം 4 + 6 10 ആണ് കേട്ടോ. 4 + 6 10. ക്ലിയർ ആണെങ്കിൽ ഉഷാറായിട്ട് കൈവശം. ക്ലിയർ ആണോ? സെറ്റാണോ എല്ലാവർക്കും? കൃഷ്ണപ്രിയ സെറ്റാണോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4th ക്വസ്റ്റ്യനിലേക്ക് പോകാം. F is the symbol of fluorine. ഫ്ലൂറിൻ എന്നതിൻ്റെ എന്താണ് പ്രതീകമാണ് F എന്നുള്ളത്. ഓക്കെ, A, what do F, 2F, 2F2 represent? F, 2F, 2F2 എന്നിവ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? ഓക്കെ, ഇനി ഹൗ മെനി ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ 5F2? 5F2ൽ എത്ര തന്മാത്രകളും ആറ്റങ്ങളും ഉണ്ടെന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഞാനായിട്ട് തന്നെ പറയാം, ശ്രദ്ധിച്ചിരിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെയായിരുന്നു? F, 2F, 2F2 എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു, റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ബിയുടെ ക്വസ്റ്റ്യൻ ഹൗ മെനി ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ 5F2? എന്താണ്? എത്ര ആറ്റങ്ങളും എത്ര മോളിക്യൂളും തന്മാത്രകളും ഇവിടെ ഉണ്ട്, 5F2 ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സെറ്റ് അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ എല്ലാവർക്കും? അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് നോക്കാം. എയുടെ ആൻസർ 1 മോളിക്യൂൾ ആണ് F അല്ലേ? അതായത് F ആണെങ്കിൽ F ഇതാണ്, ഒരു തന്മാത്രയല്ല, ഒരു ആറ്റമാണ് കേട്ടോ. ഇവിടെ തന്മാത്രയല്ല, ആറ്റമാണ്. ഒരു F എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം. ഓക്കെ, 2 atoms ഓഫ് F ആണ്. Fന്റെ 2 ആറ്റങ്ങളാണ് എന്ത്? 2F എന്ന് പറയുന്നത്. 2F എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂറിന്റെ 2 ആറ്റങ്ങൾ. F എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം, 2F എന്ന് പറയുമ്പോൾ 2 ആറ്റങ്ങൾ. 2F2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ Fന്റെ 2 തന്മാത്ര. ഓക്കെ, 2 molecules ഓഫ് F ആണ് അല്ലേ? F2 എന്ന് പറയുമ്പോൾ അതെന്താണ്? മോളിക്യൂളാണ്, തന്മാത്രയാണ്. 2F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 ആറ്റങ്ങളാണ്. F എന്ന് പറഞ്ഞാൽ ഒരു ആറ്റമാണ്, ഫ്ലൂറിന്റെ ഒരു ആറ്റമാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഹൗ മെനി ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ 5F2? 5F2 എടുത്ത് നോക്കിക്കോ മക്കളെ, 5F2. അപ്പോൾ ആറ്റംസ് കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 5 ഈ 2നോട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 10 കിട്ടും അല്ലേ? അപ്പോൾ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ് മക്കളെ? 10 ആണ്, 10 ആണ്. ഓക്കെ, ഇനി മോളിക്യൂൾ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം അല്ലേ? 5F2. F2 എന്ന് പറയുന്നത് എന്താണ്? ഒരു മോളിക്യൂളാണ്, ഒരു തന്മാത്രയാണ്. അങ്ങനെ 5 തന്മാത്രയെ കാണിക്കാൻ വേണ്ടിയാണ് എന്ത് 5F2 എന്ന് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്മാത്ര എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണമാണ്, 5 ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും, പഠിച്ചു വെച്ചോളണം. ആൽഫോൺസ സെറ്റാണോ? ആൽഫോൺസ് ഇങ്ങനെ എൻ്റെ ദൈവമേ ഇത് പിന്നെ എപ്പോൾ പഠിച്ചു തീർക്കാനാ അല്ലേ? ഇന്നലെ ബയോളജി, ഫിസിക്സ് ഇതെല്ലാം കഴിഞ്ഞ് ഇതും കൂടെയും പഠിക്കുമ്പോഴത്തേക്ക് എൻ്റെ കാറ്റ് പോവും. ആണോ ആൽഫോൺസ? അല്ല. ഓക്കെ, അപ്പോൾ സെറ്റായിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. 5 മോളിക്യൂൾസ് ആണ് ഉള്ളത്, 10 ആറ്റംസ്, 10 ആറ്റങ്ങളുമാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സം കെമിക്കൽ ഇക്വേഷൻസ് ആർ ഗിവൺ. ചില രാസസമവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. H2 + I2 gives HI, C + O2 gives CO2, CaCO3 gives CaO + CO2. ഓക്കെ, CO2 ആണ്, അവിടെ CO3 വരില്ല, CO2 ആണ് വരേണ്ടത്. ഓക്കെ, അത് കുഴപ്പമില്ല. Among these write down the chemical equation which is not balanced. ഇവൾ സമീകരിക്കാത്ത സമവാക്യം ഏത് എന്ന് എഴുതുക. ബാലൻസ് ചെയ്യാത്തവർ നമുക്ക് നോക്കാം. ഇവിടെ H2 + I2 gives HI. അവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, 2 അയഡിൻ ഉണ്ട്. ഇവിടെ വന്നപ്പം ഒരു ഹൈഡ്രജൻ ഒരു അയഡിനുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ ബാലൻസ് ചെയ്യാത്തവരാരാ മക്കളെ? ഫസ്റ്റ് ഇക്വേഷൻ ബാലൻസ് ചെയ്തിട്ടില്ല അല്ലേ? സമീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി അല്ലേ? കാരണം പ്രൊഡക്റ്റ് സൈഡിലും റിയാക്ടൻ്റ് സൈഡിലും ഒരേ നമ്പർ ഓഫ് ആറ്റംസ് വരണം അല്ലേ? അഭികാരത്തിൻ്റെ സ്ഥലത്തും ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തും ഒരേ എണ്ണം ആറ്റങ്ങളുടെ എണ്ണം വരണം. ഓക്കെ, ഇവിടെ H2 + I2, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അവിടെ ഒരു ഹൈഡ്രജൻ ഉള്ളൂ. ഇവിടെ 2 അയഡിൻ ഉണ്ട്, ഇവിടെ വന്നപ്പോൾ ഒരു അയഡിൻ ഉള്ളൂ അല്ലേ? അപ്പോൾ അതെന്തല്ല? ബാലൻസ്ഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ഐഡന്റിഫൈ ദ റിയാക്ഷൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും ഏതൊക്കെയാണ് മക്കളെ? H2ഉം I2ഉം എന്താണ്? റിയാക്റ്റൻസ് ആണ്, അഭികാരങ്ങളാണ്. HI എന്ന് പറയുന്നത് എന്താണ്? ഉൽപ്പന്നമാണ്, പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഹൗ മെനി പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ആർ റെക്കോർഡ് ടു ബാലൻസ് ദിസ് ഇക്വേഷൻ? ഈ പ്രവർത്തനം സമീകരിച്ച് എഴുതണമെങ്കിൽ എത്ര തന്മാത്ര ഉൽപ്പന്നം വേണ്ടി വരും? എത്ര വേണ്ട? ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ എന്തായി? ഈക്വലായി. അപ്പോൾ അവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 എന്നുള്ളതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ?
ആണെങ്കിൽ ഉഷാറായി വീശാം. സെറ്റാണോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് പോകാം. H2 + I2 gives HI ആണ്. ഓക്കെ, ഇക്വേഷൻ അതിൽ 2 മോളിക്യൂൾ 2 തന്മാത്രയാണ് അവസാനത്തെ ആൻസർ. നമുക്കറിയാം റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഹൈഡ്രജനും ആണ്, പ്രൊഡക്റ്റ് എന്താണ്? HI ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും എക്സാമിന് ചോദിക്കുന്നതാണ്, പഠിച്ചു വയ്ക്കണം. സെറ്റാണെങ്കിൽ ഉഷാറുടെ യൂസ് ചെയ്യാം. യെസ് നിങ്ങൾ കൈകൾ ഇങ്ങനെ ഇടയ്ക്ക് എടുത്ത് ഇങ്ങനെ വീശുമ്പോൾ എന്താ ഗുണം എന്നറിയോ? എന്താ ഗുണം? ഒന്ന് എനിക്ക് ഒരു സമാധാനം, 2 നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും. മനസ്സിലായില്ലേ? യെസ്, കാറ്റ് കിട്ടും. യെസ്, ഏഞ്ചൽ പറയും കാറ്റ് കിട്ടുമെന്ന്. യെസ്, അതും നല്ലൊരു ഐഡിയ ആണ്. ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഇടയ്ക്ക് വെച്ചത് ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ കാറ്റും കിട്ടും. ഇനി വല്ല ഈച്ചയും പ്രാണിക്ക് മുന്നിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാം? ഇങ്ങനെ ഓടിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th question. Nitrogen is the symbol of nitrogen. Sorry, N is the symbol of nitrogen. Okay, ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്ക്. ഓക്കെ, N എന്നുള്ളത് എന്താണ്? നൈട്രജൻ്റെ പ്രതീകമാണ്. ഓക്കെ, വാട്ട് ഡസ് 2N റെപ്രസെൻറ്റ്? ഇത് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഡസ് 2N റെപ്രസെൻറ്റ്? 2N എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ഉള്ളതും. ഹൗ മെനി ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ 5N2? 5N2 എത്ര തന്മാത്രകളും ആറ്റങ്ങളും ഉണ്ട് എന്നാണ്. നമുക്ക് നോക്കാം. 2N എന്ന് പറഞ്ഞാൽ എന്താ? 2 നൈട്രജൻ അല്ലേ? 2 നൈട്രജൻ ആണ്. വാട്ട് ഡസ് 2N റെപ്രസെന്റ് എന്ന് വെച്ചാൽ എന്താണ്? 2N എന്ന് പറഞ്ഞാൽ 2 നൈട്രജൻ ആറ്റം. ഓക്കെ, N2 എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഒരു നൈട്രജൻ മോളിക്കുലർ തന്മാത്രയാണ്. ഓക്കെ, 2N എന്ന് പറഞ്ഞാൽ 2 നൈട്രജൻ ആറ്റങ്ങളാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് 5N2 എത്ര തന്മാത്രകളും ആറ്റങ്ങളും ഉണ്ട്? എത്ര ഉണ്ടടാ? 5 × 2 എന്ന് പറയുമ്പോൾ എന്താണ്? 10 ആറ്റംസ് ഉണ്ട്. തന്മാത്ര എത്ര ഉണ്ട്? 5 പേര്. നമ്മൾ ഓൾറെഡി ഇത് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത് പഠിച്ചു വെച്ചോളണം കേട്ടോ. സെറ്റല്ലേ അശ്വിനെ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ആൻസർ നമ്മൾ ഇതാണ്. 2 ആറ്റംസ്, അതുപോലെ 10 ആറ്റംസ്. ഓക്കെ, 10 ആറ്റംസും ഉണ്ട്, അതുപോലെ തന്നെ 5N2 മോളിക്യൂളുമാണ് അവിടെ ഉള്ളത് കേട്ടോ. ഓക്കെ, Mg + O2 gives MgO എന്നാണ് ക്വസ്റ്റ്യൻ. Mg + O2 gives MgO. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ പ്രവർത്തനത്തിലെ അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് മക്കളെ? റിയാക്റ്റൻസ് ആരൊക്കെയാണ്? മഗ്നീഷ്യവും ഓക്സിജനുമാണ് അല്ലേ? അഭികാരങ്ങൾ എന്ന് പറയുന്നത് മഗ്നീഷ്യവും ഓക്സിജനുമാണ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് MgO ആണ്. ബാലൻസ് ദ എബോവ് കെമിക്കൽ ഇക്വേഷൻ. മുകളിലുള്ള രാസസമവാക്യം ഒന്ന് സമീകരിച്ച മക്കളെ, പെട്ടെന്ന് ആയിക്കോട്ടെ, പറയാൻ ആര് വരും? വരുന്നവരൊന്ന് കൈ വീശുക. വരുന്നവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കൈ വീശുക. യെസ്, സാർ വിളിച്ചോ. യെസ്, ആരാണ്? ഇവാനിയ. ഗുഡ് ഈവനിങ്. യെസ്, ഇവാനി ഒത്തിരി കഷ്ടപ്പെട്ടു സാറിന് അല്ലേ? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. ഓക്കെ, ഇവാനിയ പറഞ്ഞോ, എങ്ങനെ ബാലൻസ് ചെയ്തു? എത്ര ബാലൻസ് ഇപ്പം എന്ത് കിട്ടി? Mg + O2 gives 2MgO. Mg + O2 gives 2MgO ആണോ? Mg + O2 gives 2MgO എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം അവിടെ ഒരെണ്ണം, ഇവിടെ 2 മഗ്നീഷ്യം വന്നു. ഇവിടെ ഓക്സിജൻ 2 പേരുണ്ട്, ഇവിടെയും 2MgO വന്നപ്പോൾ 2 ഓക്സിജൻ വന്നു. പക്ഷേ എന്തോ ചെറിയൊരു മാറ്റം കൂടി വരുത്തണം. ഇവിടെ ഒരു മഗ്നീഷ്യം ഉള്ളൂ, അവിടെ 2 മഗ്നീഷ്യം വന്നില്ലേ 2MgO എന്ന് വന്നപ്പോൾ. അപ്പം എന്ത് മാറ്റം വരുത്തണ്ട അവിടെ? ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ഇവിടെ ഒരു മഗ്നീഷ്യം ഉള്ളൂ മോളെ, ഇവിടെ 2 മഗ്നീഷ്യം ആയി. അപ്പം എന്ത് മാറ്റം കൊണ്ടുവരണം അവിടെ? ചേട്ടാ, നമുക്ക് വേറൊരാളോട് ചോദിക്കാം. ഓക്കെ, ആരാണ് സാർ വരുന്നത്? അഭിനന്ദ് പറഞ്ഞോ. 2Mg + O2 gives 2MgO. Yes, very good. 2Mg + O2 gives 2MgO. കേട്ടോ ഇവാനിയ? ചെറിയൊരു മാറ്റം വരുത്താൻ പറഞ്ഞു. അവിടെ 2 ഇട്ട് കൊടുത്താൽ പോരെ. ഇവിടെ 2 മഗ്നീഷ്യം വന്നപ്പോൾ അവിടെ എന്ത് ചെയ്താൽ മതി? ഒരു 2 ഇട്ട് കൊടുത്താൽ പോരെ. ഓക്കെ, 2Mg + O2 gives 2MgO. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ആണല്ലോ. യെസ്, ആണെങ്കിൽ ഉഷാറായിട്ട് എന്ത് ചെയ്യണം? കൈകളെടുക്കുക, വീശുക. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എൻ്റെ ആൻസർ ഇതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ അല്ല, നെക്സ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ 3 കെമിക്കൽ ചേഞ്ചസ്, രാസമാറ്റങ്ങൾ എന്ന് പറയണ വളരെ 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 സിമ്പിൾ ചാപ്റ്റർ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സിമ്പിൾ ചാപ്റ്റർ ആണ്. ആണോ? ആണെങ്കിൽ ഷാർട്ട് കൈവിശാം. സെറ്റ് അല്ലേ?
യെസ്, ചെറിയ ചാപ്റ്ററാണ്, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. നിങ്ങളെ ഞാൻ പഠിപ്പിക്കാൻ അത് വിന്നേഴ്സിൽ 8th സ്റ്റാൻഡേർഡിൽ ഈ അക്കാദമിക് ഇയറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ചാപ്റ്ററാണ് കെമിക്കൽ ചേഞ്ചസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പതുക്കെ പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കെമിക്കൽ ചേഞ്ച്? താഴെ പറയുന്നവയിൽ രാസമാറ്റം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഈ താഴെ പറയുന്നതിൽ ഏതാണ് രാസമാറ്റം? എപ്പോഴും ചോദിക്കുന്നേടാ, ചോദിച്ച് എപ്പോഴും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, വാട്ടർ ഇസ് ബിക്കമിങ് ഐസ്, ജലം ഐസാകുന്നു. ഓക്കെ, ബേണിംഗ് ഓഫ് ഫയർവുഡ്, വിറക് കത്തുന്നു. മെൽറ്റിംഗ് ഓഫ് വാക്സ്, മെഴുകു ഉരുകുന്നു. ഓക്കെ, വാട്ടർ ഇസ് ബിക്കമിങ് വാട്ടർ വേപ്പർ, ജലം നീരാവിയാകുന്നു. ഇതിൽ ഏതാണ് കെമിക്കൽ ചേഞ്ച്, രാസമാറ്റം? കണ്ടോ, ഞാൻ പഠിപ്പിച്ചത് കുട്ടികളിങ്ങനെ എന്താ പറയുക, സാറേ ഞാൻ ഉത്തരം പറഞ്ഞിട്ടേ പോളൂ, എന്താ സ്നേഹം നോക്കിക്കേ. കണ്ടോ അമർ സാർ, ഇതാണ് 8ാം ക്ലാസ്, നമ്മുടെ 8ാം ക്ലാസ്. ഞാൻ എപ്പോഴും വരെ കളിയാക്കുമായിരുന്നു, നിങ്ങൾക്കൊരു എനർജി ഇല്ല എന്ന് പറയുമായിരുന്നു. പക്ഷെ അവർ എനർജി എടുക്കേണ്ട ടൈമിൽ അവർ എനർജി എടുക്കുവാണ്. അതെ, നമുക്ക് ചോദിച്ചു നോക്കാം, ആരാണ് സാർ വരുന്നത്? കേശവ്. യെസ്, കേശവ്, ഗുഡ് ഈവനിങ് കേശവ്. യെസ് കേശവ്, പറഞ്ഞോടെ കൂട്ടാ, ഇതിലെ ഏതാണ് കെമിക്കൽ ചേഞ്ച്? ബേണിംഗ് ഓഫ് ഫയർവുഡ്, വിറക് കത്തുന്നു. യെസ്, വെരി ഗുഡ്. ഓക്കേടാ, കാണാട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് ബേണിംഗ് ഓഫ് ഫയർവുഡ്? വിറക് എന്ത് ചെയ്യുന്നു? കത്തുന്നു എന്നുള്ളത് കെമിക്കൽ ചേഞ്ച്. കാരണം കെമിക്കൽ ചേഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചേഞ്ച് മക്കളത്? ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്, അല്ലെ? പുതിയ ഇത് പദാർത്ഥം ഉണ്ടാകുന്നു എന്നാണ് പഠിച്ചത്. അതാരാണ് സാറേ ആ ഒരു അവാർഡ് എനിക്ക് തന്നത്? ദേവനാഥ് ആറേ, എൻ്റെ വലിയ ഫാനാണ് ദേവനാഥ്. ബെസ്റ്റ് കെമിസ്ട്രി ടീച്ചർ ഓഫ് ദ ഇയർ, അക്കാദമിക് ഇയർ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കണ്ടേ? എന്ത് ചെയ്യാം, അവിടെ ചിലരൊക്കെ പറയും എനിക്ക് വയ്യ, മേധയ്ക്ക് പറയോ ഇങ്ങനെ തള്ളല്ലേ. ഓക്കെ യെസ്, ഞാനും ഫാൻ. ഏഞ്ചലും പറയുന്നുണ്ട് ഞാനും ഫാൻ. ഫാൻസ് അസോസിയേഷൻ നമുക്ക് രൂപീകരിക്കാം കേട്ടാ. ഓക്കേടാ. ഓക്കെ, അപ്പൊ എന്താണ് ബേണിംഗ് ഓഫ് ഫയർവുഡ്? വിറക് കത്തുന്നു എന്നുള്ളതാ. കാരണം ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ്, പുതിയ പദാർത്ഥമായി മാറുന്നതിനെ കെമിക്കൽ ചേഞ്ച് നമ്മൾ പഠിച്ചത് അല്ലെ. അതേസമയം വാട്ടർ ഐസ് ആയാലും ഐസ് വാട്ടർ ആയാലും പുതിയ പദാർത്ഥമായിട്ട് മാറുന്നുണ്ടോ? ഇല്ല, ടെമ്പററി ചേഞ്ചാ അല്ലെ. ഇപ്പൊ ഐസ് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാകും, ആ വെള്ളം എടുത്ത് വീണ്ടും ഫ്രീസറിൽ വെച്ച് എന്തായിക്കോളും? ഐസ് ആയിക്കോളും. അപ്പൊ ടെമ്പററി ചേഞ്ച്, താൽക്കാലിക മാറ്റാ. അതിൽ വെള്ളം മറ്റൊരു സാധനമായിട്ട് മാറണില്ലല്ലോ, അതിന്റെ ഫിസിക്കൽ ചേഞ്ച് മാത്രമല്ല സംഭവിക്കുന്നുള്ളൂ അല്ലെ. സോളിഡ് ലിക്വിഡ് ആവുന്നു, അല്ലെങ്കിൽ ലിക്വിഡ് സോളിഡ് ആവുന്നു, ഖരം ദ്രാവകമാവുന്നു എന്നുള്ളതാണ് അല്ലെ. ഇനി മെൽറ്റിംഗ് ഓഫ് വാക്സ് അതുപോലെ തന്നെയാ. മെഴുക് അല്ലെ, ഉരുകിക്കഴിഞ്ഞാൽ അത് എന്താണ്, ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ അത് എന്തായിരുന്നു? ഉരുകിപ്പോകുന്നു അല്ലെ, ഉരുകിപ്പോകുന്നു. അത് പിന്നെ കൂളായി കഴിയുമ്പോൾ അത് എന്താകും? സോളിഡ് ആയിട്ട് മാറും, ഖരമായിട്ട് മാറുന്നുണ്ട്. വാട്ടർ ഇസ് ബിക്കമിങ് വാട്ടർ വേപ്പർ, ഇത് തന്നെയല്ലേ. ചൂടാക്കി കഴിയുമ്പോൾ വെള്ളം നീരാവിയാവുന്നു, നീരാവി തണുത്ത് കഴിയുമ്പോൾ വീണ്ടും എന്തായി മാറും? വെള്ളമാകും. അപ്പൊ ടെമ്പററി ചേഞ്ച് ആണ് അല്ലെ, താൽക്കാലിക മാറ്റങ്ങളാണ് മറ്റുള്ളതിനൊക്കെ. പക്ഷെ ബേണിംഗ് ഓഫ് ഫയർവുഡ്, വിറക് കത്തിച്ച ചാരായി പോറും. ഈ ചാരം പിന്നെ എടുത്ത് പഴയ വിറകാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ. പിന്നെ വിറക് വെട്ടാണ് നടക്കണ്ടായിരുന്നു. എന്താണ്, ഒരു കഞ്ഞി വെക്കാൻ നേരത്ത് കുറച്ച് വിറകെടുത്ത് കത്തിക്കുക, കഞ്ഞി വെച്ച് കഴിയുമ്പോൾ എന്താണ്, ചാരം എടുക്കുക, വീണ്ടും വിറകാക്കി മാറ്റുക, ആ വിറകിനെ എടുത്ത് പിന്നെയും കഞ്ഞി ഉണ്ടാക്കുക അല്ലേ. എളുപ്പമുള്ള പരിപാടിയായിരുന്നു. പക്ഷെ അത് സാധിക്കില്ല. ചാരമായി മാറിക്കഴിഞ്ഞാൽ ചാരമായി, പിന്നെ നമുക്ക് അതുകൊണ്ട് വേറെ ഉപകാരമൊന്നുമില്ല അല്ലെ. അപ്പൊ അതാണ് എന്ത്, ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നു, പുതിയ പദാർത്ഥം ഫോം ചെയ്യുന്നു. പെർമനന്റ് ചേഞ്ച്, സ്ഥിരമായ മാറ്റമാണ് എന്ത്, കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ യെസ്, അതിപ്പോ ലാഭമായില്ല നമ്മുടെ ഇന്നസെന്റ് ചേട്ടന്റെ അല്ലേ. ഓക്കെ, നമുക്ക് അതിന്റെ ആൻസർ എന്താണ്? ബേണിംഗ് ഓഫ് ഫയർവുഡ്, വിറക് കത്തുന്നു. ഇത് കഴിഞ്ഞ വർഷം എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അറിഞ്ഞിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ യെസ്, നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം. കീർത്തന, ഐ എം വെരി സോറി കീർത്തന. കാരണം കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെയും ക്ലാസ്സുകളിലായിരുന്നു, അതുകൊണ്ട് വരാൻ പറ്റില്ല, വിട്ടും പോയിട്ടോ. കീർത്തന സോറി, ഐ എം വെരി സോറി. കാരണം കീർത്തന കുട്ടി എന്നെ ആനുവൽ ഡേക്ക് ക്ഷണിച്ചിരുന്നു, നിങ്ങളാരും ക്ഷണിച്ചില്ലല്ലോ. അതാണ് സ്നേഹം കേട്ടാ. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. ഓക്കെ, അതിന് ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, ക്ലാസ്സുകളായതുകൊണ്ട് തിരക്കിലായിരുന്നു. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നല്ല സ്നേഹമുള്ള കുട്ടികളാണ് സാർ, അമർ സാർ. 8ലുള്ള കുട്ടികൾ ചങ്കിടിപ്പാണ് അല്ലേ. അവിടെ വൈഗ ജിനേഷ് ആണോ? വൈഗ ഇങ്ങനെ അറിയാം, പിന്നെ തള്ളോട് തള്ളാണ് വന്നിട്ടിരുന്നത് എന്നാണ് വൈഗ പറയുന്നത്. ആണോ വൈഗ?
അല്ല. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് കംപ്ലീറ്റ്. ബന്ധം കണ്ടെത്തി എഴുതുക. മെർക്കുറി സെല്ല് വന്നിട്ടുണ്ട്. വാച്ചസും കാൽക്കുലേറ്റേഴ്സിലുമാണ് മെർക്കുറി സെല്ല് ഉപയോഗിക്കുന്നതെങ്കിൽ ലാപ്ടോപ്സിലും മൊബൈൽ ഫോൺസിലും നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സെല്ല് ഏതാണെന്ന് എഴുതിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്ന മൊബൈൽ ഫോൺ പൊളിച്ച് മൊത്തം പറഞ്ഞിട്ടിട്ട് ക്ലാസ്സിൽ നിന്ന് എൻഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇതാ സാർമാർ വീട്ടിലേക്ക് വിളിക്കും കേട്ടോ. യെസ്, 3 പേര് അല്ലെ, ഒരു ക്വസ്റ്റ്യൻ 6 കൈ, അതായത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയും 3 പേര്, 3 പേരുടെ 2 കൈകൾ വെച്ച് 6 കൈകളാണ് അല്ലെ. യെസ്, ആരോടാണ്? അതെന്താണ്? അസ്നയുടെ നെറ്റിപ്പട്ടൊക്കെ ചൂടി എന്താണ്? ക്ലിയർ ആയില്ല. വെറുതെ ഒരു രസത്തിനല്ലേ, ഒരു ആഡംബരം അല്ലേ, വീട്ടിൽ വെറുതെ ഇരിക്കുന്നു, അപ്പൊ നെറ്റിപ്പട്ടൊക്കെ ചൂടിയാണ് ഇരിക്കുന്നത്. ഓക്കെ അപ്പൊ ആരാണ്? ഒരു ഉത്തരം പറയാൻ പറ്റുള്ളൂ. 3 പേരുണ്ട് അല്ല, ഒരാൾക്ക് ഉത്തരം പറയാം. ഒരുമിച്ച് പറയട്ടെ അല്ലെ, ഒരുമിച്ച് പറഞ്ഞോ. റെഡി, 1 2 3 സ്റ്റാർട്ട്. യെസ്, ലിഥിയം അയോൺ സെൽ. എന്താ രസം അല്ലെ, 3 പേര് ഒരുമിച്ച് പറയുമ്പോൾ ലിഥിയം അയോൺ സെൽ. ട്രിപ്ലെറ്റ്സ് ആട്ടോ മക്കളെ, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാ. ഓക്കെ, 3 പേരുണ്ട്, 3 സഹോദരങ്ങളാണ്. ഓക്കെ യെസ്, അപ്പൊ കാണാട്ടോടാ. ഓക്കെ, അപ്പൊ എന്താണ്? ലിഥിയം അയോൺ സെല്ലാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, ലിഥിയം അയോൺ സെൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ പഠിച്ചു വെച്ചോളാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഈസ് ഹീറ്റഡ് ഇൻ എ ഡ്രൈ ടെസ്റ്റ് ട്യൂബ്. ഈർപ്പരഹിതമായ ഒരു ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്നു. ഓക്കെ, എ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ. പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വാതകം ഏത്? ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എ ടെസ്റ്റ് ടു ഐഡന്റിഫൈ ദിസ് ഗ്യാസ്, റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ. ഈ വാതകത്തെ തിരിച്ചറിയാനുള്ള പരീക്ഷണ ക്രമം എഴുതുക. എന്തായിരിക്കും നിരീക്ഷണം എന്നും പറയുക. ഓക്കെ, ഇതിന്റെ ആൻസർ പറയാൻ ഇങ്ങനെ വെമ്പി നിൽക്കുന്നവരെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് നോക്കലേ. ആരാണ്? യെസ്, കീർത്തന. മറ്റേ വൈപ്പർ ഇട്ട പോലെ 2 കൈകൾ ഇങ്ങനെ വീശുന്നുണ്ട്. അപ്പൊ കീർത്തനെ വിളിക്കാം. യെസ്, കീർത്തന. സോറി കീർത്തന, ഐ എം വെരി സോറി, ആനിവേഴ്സറിക്ക് വരാൻ പറ്റാത്തതിൽ ഞാൻ ഖേദിക്കുന്നു. ഓക്കെ, അടുത്ത കൊല്ലം ഉണ്ടല്ലോ ആനിവേഴ്സറി അല്ലേ? യെസ്, ഓക്കെ കീർത്തന പറഞ്ഞോ. ഹൈഡ്രജൻ ആണോ എന്ന് നമ്മൾ ചോദിക്കുവാണോ? ഒന്നുകൂടി നോക്കിയേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് ഹൈഡ്രജൻ ആണോ? ഉറപ്പിച്ചു? സോറി, അല്ല, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് നോക്ക്, ഒന്ന് മറച്ചു നോക്കിക്കേ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മുടെ ഏത് എൻഡോതെർമിക് റിയാക്ഷൻ, താപാകിരണ പ്രവർത്തനം എടുത്ത് നോക്കിക്കേ, അതിൽ ഏത് വാതകമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരാൾ ചോദിക്കാം. ഏഞ്ചൽ വന്നിട്ടുണ്ട്. ഏഞ്ചൽ. കീർത്തന കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല, തെറ്റിൽ നിന്നാണ് ശരി പഠിക്കുന്നത്. ഓക്കെ യെസ്, ഓക്കെ ഏഞ്ചൽ വിജു പറഞ്ഞോ മോളെ. ഗുഡ് ഈവനിങ്. ഓക്സിജൻ. യെസ്, ഓക്സിജൻ ആട്ടോ മോളെ, കേട്ടോ. അത് മിക്കപ്പോഴും ആൾക്ക് തെറ്റിപ്പോറുണ്ട്. ഓക്കെ, ആസിഡും മെറ്റലും, ലോഹവും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഹൈഡ്രജൻ ഉണ്ടാവുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കി കഴിയുമ്പോൾ ഉണ്ടാവുന്നത് ഏതായിരിക്കും മക്കളെ? ഏതായിരിക്കും ഉണ്ടാക്കുന്നത്? ഓക്സിജൻ ആണ് ഉണ്ടാവുന്നത്. മിക്കവർക്കും അത് തെറ്റിപ്പോകാറുണ്ട്. അപ്പൊ സൂക്ഷിച്ച് ആൻസർ എഴുതുക. ഓക്കെ യെസ്, അപ്പൊ ഓക്സിജൻ ആണ് കേട്ടോ കീർത്തന. ഓക്കെ യെസ്, ഓക്സിജൻ ആണ് എന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണ് ഈ റൈറ്റ് ടെസ്റ്റ് ടു ഐഡന്റിഫൈ ദിസ് ഗ്യാസ്. ഈ വാതകത്തെ തിരിച്ചറിയാനുള്ള പരീക്ഷണ ക്രമം എഴുതുക. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ. എന്തായിരിക്കും അതിന്റെ നിരീക്ഷണം എന്നും കൂടി എഴുതുക. പറയാൻ പറ്റുന്നവരാ? ആരാണ് സാറേ? ഒരാളെ വിളിച്ചോ. ആരായിരിക്കും വരിക? വൈഷ്ണവ്. യെസ്, വൈഷ്ണവ്. ഗുഡ് ഈവനിങ്. വൈഷ്ണവിനെ നിറക്ക് വീണു. വൈഷ്ണവിന്റെ സന്തോഷം. യെസ്, വൈഷ്ണവ് പറഞ്ഞു. Will burn. Yes, very good. എന്താണ്? എരിയുന്ന അല്ലെ, ഒരു ഇൻസെൻസ് സ്റ്റിക്ക് അല്ലെങ്കിൽ ചന്ദനത്തിരി അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം, കത്തുന്ന ഒരു സാധനമായിരിക്കണം. ഓക്കെ, കൊണ്ടുപോയി നമ്മൾ എന്താണ് ഇതിന്റെ ആ ടെസ്റ്റ് ട്യൂബിന്റെ മൗത്ത് ഭാഗത്ത്, അതായത് അതിന്റെ തുറന്നിരിക്കുന്ന ഭാഗത്ത് മേളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് ആളി കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ് അല്ലെ, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ഗ്യാസ് ആണ്. അതുകൊണ്ട് ഇത് ഒന്നുകൂടെ ആളി കത്തുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസറിലേക്ക് പോകാം. ആൻസർ ആണ് വരുന്നത് ഓക്കെ ഓക്സിജൻ ആണ് എയുടെ ആൻസർ. ബിയുടെ ആൻസർ, ഷോ എ ഗ്ലോയിങ് ഇൻസെൻസ് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ഒബ്സർവേഷൻ, ഇൻസെൻസ് സ്റ്റിക്സ് ഗ്ലോസ് മോർ ബ്രൈറ്റ്ലി. ഒരു എരിയുന്ന ചന്ദനത്തിരി ടെസ്റ്റ് ട്യൂബിന്റെ ഭാഗത്ത് കൊണ്ടുവരിക. നിരീക്ഷണം, ചന്ദനത്തിരി ആളിക്കത്തുന്നതായിട്ട് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ മക്കളെ? ഇത് മുൻപ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പഠിക്കാതെ പോകരുത്, പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. കെമിസ്ട്രിക്ക് എത്ര മേടിക്കും നിങ്ങൾ? കെമിസ്ട്രിക്ക് എത്ര വാങ്ങും? 20 എത്ര വാങ്ങും? 20 വാങ്ങണം, വാങ്ങിയേ പറ്റൂ കേട്ടോ. 20 നിന്ന് 1 മാർക്ക് കുറയരുത്. ഓക്കെ, വാങ്ങില്ലേ? വാങ്ങും എന്നുള്ളവരൊന്ന് കൈവീശിക്കേ.
വാങ്ങിയിരിക്കും സാർ, സെറ്റാണ്. യെസ്, ഓക്കെ. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ അറേഞ്ച്മെന്റ് ഓഫ് കോട്ടിംഗ് സിൽവർ അയൺ ഇസ് ഗിവൺ ബിലോ. എന്താണ്? ഇരുമ്പ് വളയിൽ വെള്ളി ആവരണം ചെയ്യുന്ന ക്രമീകരണത്തിന്റെ ചിത്രം നൽകിയിരിക്കുന്നു. എന്താ മക്കളെ? സിൽവർ, അതായത് ഇരുമ്പ് വളയിൽ സിൽവർ, അതായത് വെള്ളി പൂശുക. ഓക്കെ, അതിന്റെ ഇതാണ് ചിത്രമാണ് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ പഠിച്ചിട്ടുള്ള ഇതാണ് അതിന്റെ ചിത്രം. ഓക്കെ, വിച്ച് ഫോം ഓഫ് എനർജി ഇസ് യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് അല്ലെ, കഴിഞ്ഞ വ്യാഴാഴ്ച, കഴിഞ്ഞ തേഴ്സ്ഡേ ഞാൻ നിങ്ങൾക്ക് വിന്നേഴ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തപ്പോൾ ഞാൻ അവസാനം പറഞ്ഞു പോയ ക്വസ്റ്റ്യൻ ആയിരുന്നു ആണല്ലേ? ഓർമ്മയുണ്ടോ? അവസാനം പറഞ്ഞു പോയ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഓർമ്മയുണ്ട്? വിച്ച് ഫോം ഓഫ് എനർജി, അവിടെ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു ഇവിടെ ഉപയോഗിക്കുന്ന ഊർജ്ജ രൂപം ഇന്നതാണെന്ന് എടുത്തു പറഞ്ഞായിരുന്നു. പറയാൻ പറ്റുന്നവരാണ്, അതെ എല്ലാവരും കൈവച്ചു അല്ലെ. എന്താ ചെയ്യുക, 8ാം ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് അല്ലെ. പവറാണ്, തീയാണ് അല്ലെ. യെസ്, നമുക്ക് നോക്കാം ആരാണ് സാർ വരുന്നേ. യെസ്, ക്രിസ്റ്റി ഷിബു മാത്യു. യെസ്, ക്രിസ്റ്റി. യെസ്, ഗുഡ് ഈവനിങ് മോനെ, പറഞ്ഞോടാ. കെമിക്കൽ ചേഞ്ച്, ഊർജ രൂപം. ഇവിടെ ഏത് എനർജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാടാ? വിച്ച് ഫോം ഓഫ് എനർജി? കെമിക്കൽ എനർജി ആണ്, ആണോ? നമുക്ക് നോക്കാം, ആൻസറിലേക്ക് നോക്കാം. ഇതാണ് എന്നുള്ളവരെ എല്ലാവരും ഒന്ന് കൈവശിക്കേ. കെമിക്കൽ എനർജി ആണ് എന്ന് ആൻസർ ഉള്ളവരാണെങ്കിൽ. അല്ല എന്നുള്ളവരാരെങ്കിലും ഉണ്ടോ? അത് തെറ്റാണെന്നുള്ള ആരെങ്കിലും ഉണ്ടോ? സാർ അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ വിളിച്ചേ. തെറ്റാണെന്ന് ശ്രേയ വിനോദ് പറയുന്നു. ഞാൻ ശക്തമായി അതിനെ എതിർക്കുന്നു അല്ലെ, ശക്തമായി അതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ ശ്രേയ വരുന്നുണ്ട്. ശ്രേയ പറഞ്ഞോ. യെസ്, ഗുഡ് ഈവനിങ്, പറഞ്ഞോ. ഇലക്ട്രിക്കൽ എനർജിയാണ് അല്ലെ. നമ്മൾ നിയമസഭയിലൊക്കെ പറയുമ്പോൾ ഞാൻ ശക്തമായി അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രേയ വന്നിരിക്കുന്നു. അതെന്താണ്? ഇലക്ട്രിക്കൽ എനർജി ആണെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം ഇതിൽ ഏതാണ് ശരിയെന്ന് നമുക്ക് നോക്കാം, ആൻസർ നോക്കാം. ഓക്കെ, ഇപ്പൊ അത് അവിടെ നിൽക്കട്ടെ. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് പ്രോസസ്. ഈ പ്രക്രിയയുടെ പേരെന്ന് പറയാൻ പറ്റുന്നവര് സാറെ വിളിച്ചോ. യെസ്, ദിയ ചെയ്യാൻ അല്ലെ. യെസ്, ദിയക്ക് ആ പണ്ടത്തെ എനർജി ഇല്ലല്ലോ. ദിയ ക്ലാസ്സിലുള്ള എനർജി ഇല്ല, കുറച്ചുകൂടി എനർജി ആവണം. യെസ്, ഗുഡ് ഈവനിങ്. ചൂടൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. പറഞ്ഞോ. യെസ്, ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെ, വൈദ്യുത ലേപനം. യെസ്, വെരി ഗുഡ്, ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. ഓക്കെ, സിയുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സിയുടെ ക്വസ്റ്റ്യൻ, വിച്ച് സൊല്യൂഷൻ ഈസ് ടു ബി ടേക്കൻ ഫോർ കോട്ടിംഗ് കോപ്പർ ഓൺ ആൻ അയൺ റിംഗ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞു പോയ ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് പറഞ്ഞിട്ട് ബബ്ബായി പറഞ്ഞത് ഇതായിരുന്നു അല്ലെ. ഇരുമ്പ് വളയിൽ കോപ്പർ ലോഹമാണ് ആവരണം ചെയ്യുന്നതെങ്കിൽ ഉപയോഗിക്കേണ്ട ലായനി ഏതാ മക്കളെ? ഏതാണ് എന്ന് പറയാൻ പറ്റുന്നവര് ഓടി വരുന്നു. മുഹമ്മദ് തമീം കെ എ. ഞാൻ പറഞ്ഞിരിക്കും സാർ, പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ. യെസ്, മുഹമ്മദ് തമീം പറഞ്ഞോ. യെസ്, ഗുഡ് ഈവനിങ് മോനെ, പറഞ്ഞോടാ കൂട്ടാ. കോപ്പർ സൾഫേറ്റ് ലായനി. വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പോ കഴിഞ്ഞ റിവിഷൻ ചെയ്തത് വെറുതെ ആയില്ല അല്ലെ. സെറ്റാണ് എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസേഴ്സിലേക്ക് പോകാം. ആൻസേഴ്സ് മക്കളെ ശ്രദ്ധിച്ചേടാ. ആദ്യത്തെ ആൻസർ എന്തായിരുന്നു? ഇലക്ട്രിക്കൽ എനർജി ആട്ടോ, വൈദ്യുത ലേപനാണ്. ശ്രേയയുടെ ശക്തമായ ഇടപെടൽ കാരണം ശരിയായ ഉത്തരം കിട്ടി. ഓക്കെ, യെസ്. തെറ്റിപ്പോയൊരു വിഷമിക്കണ്ട, തെറ്റിൽ നിന്നാണ് എന്ത് പഠിക്കുന്നത്? ശരികൾ പഠിക്കുന്നത് അല്ലെ. ആരെങ്കിലും ജനിച്ച പാടെ എണീറ്റ് നടന്ന് പോയവരുണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? വീഴാതെ ആരെങ്കിലും വന്ന വഴി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞു പോയവരുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. എല്ലാവരും എന്താണ്? വീണും കമഴ്ന്നും ഒക്കെ കിടന്നാണ് എന്ത് നടക്കാൻ പഠിച്ചത്. അതുപോലെ തെറ്റുകളിൽ നിന്നാണ് നമ്മൾ ശരികൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക്കൽ എനർജി ഇങ്ങനെയും പറഞ്ഞ് നാളെ പോയി എക്സാമിന് പൊട്ടത്തെറ്റ് എഴുതി വെച്ചിട്ട് തെറ്റുകളിൽ നിന്നാണ് ശരി പഠിക്കുന്നതെന്ന് പറയരുതട്ടാ. ഓക്കെ, ഇപ്പോഴേ ശരിയായത് പഠിച്ചിട്ട് വെക്കോളണം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്കിനി 5th ക്വസ്റ്റ്യനിലേക്ക് പോകാം. Add 5 ml of dilute hydrochloric acid to a piece of magnesium taken in a test tube. ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്ത മഗ്നീഷ്യം കഷ്ണത്തിൽ 5 ml നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുന്നു. എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തുകൂടാ, അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു മഗ്നീഷ്യത്തിന്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടു. അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? 5 ml 5 മില്ലി എന്തൊഴിച്ചു? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു. എന്തൊഴിച്ചു? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു. വിച്ച് ഇസ് ദ ഗ്യാസ് ലിബറേറ്റഡ് ഇൻ ദിസ് റിയാക്ഷൻ. ഈ പ്രതിപ്രവർത്തനത്തിൽ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണെന്ന് പറയാൻ പറ്റുന്നവര് മക്കളെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താടാ. ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്യണം. യെസ്, പെട്ടെന്നോട്ടെ. കീർത്തന ഇതിന്റെ ആൻസർ ആയിരുന്നു മോൾ അന്നേരം പറയേണ്ടത് കേട്ടോ. ഓക്കെ, അതായിരുന്നു മാറിപ്പോയത്, കുഴപ്പമില്ല. യെസ് സാർ, ആരാണ് വരുന്നത്? യെസ്, വൈകേനെ തന്നെ നമുക്ക് വിളിക്കാം. വൈകയാണെങ്കിൽ ഇങ്ങേറെ തള്ളും കേട്ട് ഞാൻ ഇരിക്കണമല്ലോ എന്ന് എഴുതിയാണ് വൈക ഇരിക്കണം. ആണോ വൈക? അല്ല, വൈക ഹായ്.
വൈഗ ഇത്തിരി സീരിയസ് നേച്ചർ ഉള്ള ആളാണ് കേട്ടോ. വൈഗ പറയൂ. പോരട്ടെ. ഹൈഡ്രജൻ ആണോ എന്ന് വളരെ വിനയമുള്ള ആളാണ്. കാര്യം ഇത്തിരി സീരിയസ് ആയാലും വളരെ വിനയമാണ്. ഹൈഡ്രജൻ ആണോ സാർ എന്നാണ് ചോദിച്ചത്. ഹൈഡ്രജൻ ആണ് കേട്ടോ മോളെ, ഹൈഡ്രജൻ ആണ്, പേടിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ബിയുടെ ക്വസ്റ്റിലേക്ക്. ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, വാട്ട് ഡു യു ഫീൽ വൈ? ടെസ്റ്റ് ട്യൂബിന്റെ അടിയിൽ സ്പർശിക്കുക, ഒന്ന് തൊട്ട് നോക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്ത് തോന്നും? അതിനെ ഞങ്ങൾക്ക് സാറേ ഈ സാധനം തന്നില്ലല്ലോ, തന്നാലല്ലേ സാറേ എന്തെങ്കിലുമൊക്കെ തോന്നുള്ളൂ. ആണോ? അല്ല, നമ്മളിത് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്ത് തോന്നും, എന്തുകൊണ്ട് എന്ന് പറയുന്നത്. കോൾഡ് അബ്ദുള്ള. ഓക്കെ, ആരാണ് സാർ വരുന്നത്? യെസ്, അർപ്പിത ഘോഷിൻ. അർപ്പിക്കുന്നു അല്ലെ, എല്ലാ കാര്യങ്ങളും ദൈവത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് അർപ്പിത വരുന്നു. അർപ്പിത, യെസ്, ഗുഡ് ഈവനിങ് മോളെ, പറഞ്ഞോ. എന്ത് തോന്നുന്നു? ഹീറ്റ് അനുഭവപ്പെടുന്നു. കാരണം ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ? അല്ല, പറഞ്ഞുതരാം കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, യെസ്, അതിൽ ഒരാൾ ഇപ്പം മെസ്സേജ് അയക്കുന്നുണ്ട്, ഇക്കിളി അനുഭവപ്പെടുന്നു സാർ എന്ന് പറഞ്ഞൊക്കെ. ഓക്കെ, ടെസ്റ്റ് ട്യൂബിൻ്റെ താഴെ പിടിക്കുമ്പോൾ ഇക്കിളി അനുഭവപ്പെടുന്നു എന്നൊക്കെ. ഓക്കെ, എന്താണ് മക്കളെ ചൂട് അനുഭവപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ഇത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്താണ്? താപമോചക പ്രവർത്തനമായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ പഠിച്ചു വെക്കുക ആൻസേഴ്സ്. ഒന്നാമത്തത് ഹൈഡ്രജൻ ആയിരുന്നു. രണ്ടാമത്തത് വി ഫീൽ ഹോട്ട്, എന്താ? ചൂട് അനുഭവപ്പെടുന്നു. ദിസ് ഇസ് എക്സോതെർമിക് റിയാക്ഷൻ. എന്താണ്? ഇത് താപമോചക പ്രവർത്തനമാണ്. ഓക്കെ, വാട്ട് ഈസ് ഇലക്ട്രോലൈസിസ്? 6th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇലക്ട്രോലൈസിസ്? എന്താണ് വൈദ്യുത വിശ്ലേഷണം എന്നുള്ളതാണ്. പറഞ്ഞേടാ പെട്ടെന്ന്. നാളെ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുമെന്ന് ഞാൻ പറയും, നിങ്ങൾ എഴുതുകയും ചെയ്യണം. ഓക്കെ, വന്നിരിക്കുകയും ചെയ്യും, നിങ്ങൾ എഴുതുകയും ചെയ്യണം. സെറ്റാണോ? യെസ്, പഠിക്കുക, എല്ലാവരും പഠിക്കണം. ഓക്കെ, സാർ ആരാണ് വരുന്നത്? ശ്രീഹരി വളരെ വിനയത്തോടു കൂടി അല്ലെ, വളരെ വിനയാധീനനായി വരുന്നു. ശ്രീഹരി പറഞ്ഞോ. ഗുഡ് ഈവനിങ് പറഞ്ഞൂടാ. ഗുഡ് ഈവനിങ്, 2 ഗുഡ് ഈവനിങ്. അത് ബഹുമാനം കൊണ്ടാണ്. എല്ലാവരും ഒരു ഗുഡ് ഈവനിങ് പറയുമ്പോൾ ഞാൻ 2 ഗുഡ് ഈവനിങ് പറയുന്നു അല്ലേ. ശ്രീഹരി പറഞ്ഞോ. യെസ്, അടിപൊളി, പവറാണ് ശ്രീഹരി. ഓക്കെ, നാളെ എക്സാം എഴുതുമ്പോൾ 20 വാങ്ങണം. വാങ്ങില്ലേ? വാങ്ങിയിരിക്കും, അതാണ്. യെസ്, ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈസിസ് എന്താന്ന് കേട്ടു. ഇനി ദിസ് സൊല്യൂഷൻ ഷുഡ് ബി ടേക്കൻ ഫോർ ദ ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് കോപ്പർ ഓൺ അയൺ ബാങ്കിൾ. വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ അപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായല്ലോ. ഏതായിരുന്നു ലൈനി? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അല്ലേ, കോപ്പർ സൾഫേറ്റ് ലൈനി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് വരുന്നത് എന്താ മക്കളെ? ദ പ്രോസസ് ഇൻ വിച്ച് എ സബ്സ്റ്റൻസ് അണ്ടർഗോസ് ഡീകമ്പോസിഷൻ ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഈസ് കോൾഡ് ഇലക്ട്രോലൈസിസ്. ഒരു പദാർത്ഥം വൈദ്യുത ഊർജ്ജത്തിന്റെ വിഘടനം ആഗിരണം ചെയ്യുന്ന പ്രക്രിയ വൈദ്യുത വിശ്ലേഷണം എന്ന് വിളിക്കുന്നു. ബിയുടെ ആൻസർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് ലായനിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടേബിൾ ഒന്ന് നോക്കിയാലോ. ഒരു ടേബിൾ ഉള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ടേബിളാണ് വന്നിരിക്കുന്നത്. റിയാക്ഷൻ തന്നിട്ടുണ്ട്. LED ലൈറ്റ് ഗ്ലോസ് യൂസിങ് ലെമൺ, സിങ്ക് ആൻഡ് കോപ്പർ. നാരങ്ങ, സിങ്ക്, ചെമ്പ് എന്നിവ ഉപയോഗിച്ച് ലൈറ്റ് തിളങ്ങുന്നു. ഓക്കെ, ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനത്തിന്റെ തരം ഏതാണെന്നാണ്. സിൽവർ ബ്രോമൈഡ് ടേൺസ് ബ്ലാക്ക് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ സിൽവർ ബ്രോമൈഡ് കറുത്തതായി മാറുന്നു. അത് ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ? ഓക്കെ, നെക്സ്റ്റ് സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ട് വിത്ത് ഡൈലൂട്ട് HCl ആസിഡ്. സോഡിയം ഹൈഡ്രോക്ലോറിക് ആസിഡിനോട് പ്രതികരിക്കുന്നു. ഓക്കെ, ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ? 3 ടൈപ്പ് റിയാക്ഷൻസിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതിന്റെ ആൻസർ ഞാൻ തന്നെ പറഞ്ഞുതരാം. ആദ്യത്തെ ആൻസർ, അതായത് ആദ്യത്തെ ആൻസർ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇലക്ട്രോ കെമിക്കൽ പ്രതികരണങ്ങളാണ്. ഓക്കെ, രണ്ടാമത്തത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓക്കെ, പ്രകാശരാസ പ്രവർത്തനങ്ങൾ. മൂന്നാമത്തെ തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ്. തെർമോ കെമിക്കൽ റിയാക്ഷൻ എന്താണ്? താപ രാസ പ്രവർത്തനങ്ങളാണ്. താപരാസ പ്രവർത്തനം അല്ലെങ്കിൽ തെർമോ കെമിക്കൽ റിയാക്ഷൻ. മനസ്സിലാക്കി വെക്കുക. ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരട്ടെ. സ്ലൈഡൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞു തരട്ടെ. വേണോ? വേണ്ട, ഞാൻ പോവാം. വേണ്ടെങ്കിൽ വേണ്ട, എന്നാൽ പിന്നെ പറഞ്ഞു കൊടുക്കണ്ട അല്ലേ സാറേ? യെസ്, ഓക്കെ, പറഞ്ഞുതരാം. സിൽവർ ബ്രോമൈഡ് 2 ടെസ്റ്റ് ട്യൂബിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഞാൻ എന്ത് ചെയ്തു? മൂടി വെച്ചു, കറുത്ത പേപ്പർ വെച്ച് മൂടി വെച്ചു. ഒരു ടെസ്റ്റ് ട്യൂബ് വെറുതെ എന്താണ് തുറന്നു വെച്ചു, അതെടുത്ത് വെയിലത്ത് വെച്ചു. എന്ത് സംഭവിക്കും? കറുപ്പ് കളറായി മാറും അല്ലേ? എന്തുകൊണ്ടാണ്? സിൽവർ ബ്രോമൈഡ് എന്തായി മാറും? വിഘടിച്ച് സിൽവർ ആയിട്ട്, ഡീകമ്പോസ് ചെയ്ത് സിൽവർ ആയിട്ട് മാറുന്നു അല്ലേ? ആണല്ലോ, ശരിയല്ലേ?
അതുകൊണ്ടാണ് ബൈ ദ അബ്സോർപ്ഷൻ ഓഫ് സൺലൈറ്റ് എന്താണ് പ്രകാശം ആഗിരണം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്താതെ ബോണസ് ആയിട്ട് തന്നിരിക്കുന്നതാണ്. ഇത് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാതെ പോകരുത് കേട്ടോ. പ്രകാശ രാസപ്രവർത്തനങ്ങൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷന്റെ എക്സാമ്പിൾസിൽ പെട്ടാണ് സിൽവർ ബ്രോമൈഡിന്റെ കേസ്. അത് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, ഏതാണ് ഫോട്ടോ കെമിക്കൽ? ഏതാ വൺസ് മോർ ഒന്നും പറയേണ്ട അബ്ദുള്ള, ഏതാ കെമിക്കൽ ചേഞ്ച് എടുക്കുക, രാസമാറ്റങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുക. അതിൽ പ്രകാശ രാസപ്രവർത്തനങ്ങൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷന്റെ ഒരു എക്സാമ്പിൾ, രണ്ടാമത്തെ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നതാണ് സിൽവർ ബ്രോമൈഡ് ഇസ് കെപ്റ്റ് ഓൺ സൺലൈറ്റ്. എന്താണ് സൂര്യപ്രകാശത്തിൽ സിൽവർ ബ്രോമൈഡ് വെച്ച് കഴിയുമ്പോൾ എന്താവുന്നു, അത് ബ്ലാക്ക് കളറായിട്ട് മാറുന്നു എന്ന് പറഞ്ഞ് എക്സാമ്പിൾ കിടപ്പുണ്ട്. അത് വിശദമായി പഠിച്ചിട്ട് പോകണം, എൻ്റെ കാരണം അടക്കം എഴുതാൻ പഠിച്ചിട്ടുണ്ടാവണം. സെറ്റ് അല്ലേ മക്കളെ? സെറ്റാണോ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് തെറ്റിക്കാതെ തന്നെ ഞാനൊരു 10 മിനിറ്റ് ബ്രേക്ക് തരാം. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, ഒന്ന് ഉഷാറായിട്ട് തിരിച്ചു വരിക കേട്ടോ. എല്ലാവരും തിരിച്ചു വരിക. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. ഓക്കെ, എല്ലാവരും സെറ്റാണോ? എല്ലാവരും സെറ്റാണെങ്കിൽ ഉഷാറായിട്ട് കൈവിശാം. സെറ്റാണോ? യെസ് യെസ് യെസ്. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന വീഡിയോ ഓൺ ചെയ്യുക. ദേവനാഥ് പറയുന്നത് സാർ മാർച്ച് 27 ഈവനിങ് നമുക്കൊക്കെ മോർണിംഗ് ബാച്ചും ഈവനിങ് ബാച്ചും കമ്പൈനായി പറവൂർ ബർഗർ ലോഞ്ചിൽ പോയാലോ ഫുഡ് അടിക്കാൻ? പിന്നല്ല, തിരുവനന്തപുരത്തും കാസർഗോഡും കിടക്കുന്നവരെ ദേവനാഥ് ക്ഷണിച്ചിരിക്കുന്നു. എറണാകുളം ജില്ലയിലെ പറവൂർ എന്ന് പറയുന്ന ഒരു ടൗണിൽ ബർഗർ ലോഞ്ചിൽ പോയി ഫുഡ് കഴിക്കാൻ 27 മാർച്ച് എക്സാം കഴിയുമ്പോൾ. സെറ്റല്ലേ? യെസ്. ട്രെയിൻ ടിക്കറ്റ് അതുപോലെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ആവശ്യമുള്ളവർ ദേവനാഥുമായിട്ട് എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. ഓക്കെ, ട്രെയിനിൽ വരണ്ട, ഫ്ലൈറ്റിൽ വന്നാൽ മതി. ഫ്ലൈറ്റിൽ വന്നാലാണ് എത്തുള്ളൂ. ഓക്കെ, സെറ്റാണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി 4th ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ 10 മിനിറ്റ് ലാവിഷ് ബ്രേക്ക് വന്നിട്ടുണ്ട്. കഴിക്കാനുള്ളവർക്ക് കഴിക്കാം അല്ലേ, കുളിക്കാനുള്ളവർക്ക് കുളിക്കാൻ, ഓക്കെ, കിടക്കാനുള്ളവർക്ക് കിടക്കാൻ. ഓക്കെ, ഇനി അതെല്ലാം കഴിഞ്ഞ് വന്നിട്ടില്ലേ? സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ നല്ല ഉഷാറായിട്ടിരിക്കുക. നമുക്ക് 4th ചാപ്റ്ററിലേക്ക് പോകാം. ഇത് കൊടുക്കുക. ഓക്കെ, ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക് 4th അല്ല, ലാസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം ആദ്യം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ്. കാരണം ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് നോക്കിയതിന് ശേഷം നമുക്കിനി പുറകോട്ട് അടിക്കാം. ഫൈബേഴ്സിൽ നിന്ന് തിരിച്ച് പുറകോട്ട് പോരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? സെറ്റല്ലേ? എല്ലാവരും ആണെങ്കിൽ ഉഷാറായിരുന്നു കൈവശിക്കുക. യെസ്, ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സെലക്ട് ദ ഇലാസ്റ്റിക് പോളിമർ ഫ്രം ദോസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഇലാസ്തിക സ്വഭാവമുള്ള പോളിമർ തിരഞ്ഞെടുത്തെഴുതുക. സ്റ്റാർച്ച് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, റബ്ബർ ഉണ്ട്. പറഞ്ഞോടാ, പറഞ്ഞോ. പോരട്ടെ. യെസ് യെസ്. സാർ ഒരാളെ വിളിച്ചു. ആരാണ് വരുന്നത്? യെസ് യെസ്, ദേവനന്ദ. ഫ്രം എവിടെ നിന്നാന്ന് ഞാൻ ചോദിക്കുന്നത്. എന്താ ദേവനന്ദ പറഞ്ഞു? ദേവനന്ദ കൈ വീശിയത് മാത്രമേ. ഏതാണ് മോളെ? റബ്ബർ അല്ലെ? നമ്മുടെ മറ്റേ സിനിമയിൽ പറയുമ്പോൾ നിങ്ങളുടെ നെട്ടലും റബ്ബർ എന്ന് പറയുമ്പോൾ എന്താണ്? റബ്ബറാണ്. നമ്മുടെ സലീകുമാറേട്ടൻ പറയുന്നില്ല ഒരു സിനിമയില്, നിങ്ങളുടെ നെട്ടലും റബ്ബറാണെന്ന് പറയുന്ന പോലെയാണ്. റബ്ബറാണ് ഇതിൻ്റെ ആൻസർ. ഇലാസ്റ്റിക് സ്വഭാവമുള്ള എന്താണ് പോളിമറാണ് എന്ത്? റബ്ബർ. ഓക്കെ, പഠിച്ചു വെച്ചോളണം. സെറ്റാണോ? ബ്രേക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ആ എനർജി ഇല്ലല്ലോടാ. ബ്രേക്കിന് വിട്ട് അബദ്ധമായ എനർജറ്റിക് ആവാ. കൈ വീശിക്കേ, എല്ലാവരും കൈ വീശിക്കേ. യെസ് യെസ് യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Okay, some characteristics of plastics are given below. Write one situation each in which these characteristics are made of. പ്ലാസ്റ്റിക്കിന്റെ ചില സവിശേഷതകൾ ചുവടെ നൽകുന്നു. ഇവ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഓരോ സന്ദർഭങ്ങൾ എഴുതുക. ഓക്കെ, നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതവാഹിയല്ല. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞിടാം. പ്ലാസ്റ്റിക് എന്താണ്? നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, വൈദ്യുതവാഹിയല്ല. അതുകൊണ്ടുള്ള ഗുണം പറയാൻ ആര് വരുന്നു? എടാ ആദ്യത്തെ നീ ഒന്നും കൈ പൊക്കുന്നില്ല കേട്ടോ, പോരട്ടെ. ആണ് ജോസഫൈൻ നോറ ജോയൽ. യെസ്, ജോസഫൈൻ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ് സാർ. യെസ്, ഗുഡ് ഈവനിങ്. പറഞ്ഞോ. എടാ കുട്ട, അതല്ലടാ, വൈദ്യുതവാഹിയല്ല, നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് പ്ലാസ്റ്റിക്. അതുകൊണ്ട് ഒരു ഉപയോഗം ഉള്ളത് എന്താ? നമ്മൾ ആ വലിയ ടേബിളൊക്കെ പഠിച്ച ഓർമ്മയില്ലേ? ഒരു ടേബിൾ, പ്രോപ്പർട്ടീസ് ആൻഡ് യൂസ് എന്നൊക്കെ പറഞ്ഞ്. കുഴപ്പമില്ല, നമുക്ക് ഒരാളോട് ചോദിക്കാം. ഓക്കെ, ആരാണ് സാർ വരുന്നത്?
സന്മതി. ഗുഡ് ഈവനിങ് സന്മതി. സന്മതിയുടെ വീട് എവിടെയാ? കണ്ണൂര്. ആ കണ്ണൂരുകാരിയാ അല്ലേ? എന്നെ കണ്ണൂരിന്റെ സ്ലാങ് വരുന്നില്ലല്ലോ. എന്താ സന്മതി ഒന്നും പറയാത്തെ? ആ കുഴപ്പമില്ല സന്മതി, ഇത് പറ. നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അതിൻ്റെ ഒരു യൂസ് പറഞ്ഞേ. To insulate electric conductors അല്ലേ? യെസ്, to insulate electric conductors. J&J ഓർമ്മയുണ്ടോ? ഓക്കെ യെസ്. എന്താണ് to insulate electric conductors? എന്താണ്? വൈദ്യുത ജാലകങ്ങൾ ആവരണം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോൺ കണ്ടക്ടർ ഓഫ് ഹീറ്റ്, താപജാലകമല്ല, അതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്താണ് പറയാൻ പറ്റുന്നവര്? സാറേ വിളിച്ചോ. ആരാണ് വരുന്നത്? യെസ്, കേശവ്. കേശവിന് മാത്രം 2ാം ഊഴം കിട്ടി വീണ്ടും അല്ലേ? യെസ്, ഗുഡ് ഈവനിങ്. പറഞ്ഞോ. യെസ്, വെരി ഗുഡ്. ടു മേക്ക് ദ ഹാൻഡിൽസ് ഓഫ് കിച്ചൺ യൂട്ടൻസിൽസ്, പാചകപാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. കാരണം എന്താണ്? ചൂട് കടത്തിവിടില്ലാത്തത് കൊണ്ട് അല്ലേ? വെരി ഗുഡ്. കുറെ പേര് മെസ്സേജും അയക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അടിപൊളിയാണ്. ഓക്കെ, നെക്സ്റ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് വാട്ടർ, ജലവുമായി പ്രവർത്തിക്കില്ല, അതുകൊണ്ടുള്ള ഗുണം പറയാൻ സാറേ ആരെയാണ് വിളിക്കുന്നത്? കൃഷ്ണപ്രിയ. ഗുഡ് ഈവനിങ്. യെസ്, കൃഷ്ണപ്രിയ ബെഡിൽ നിന്നാണോ ക്ലാസ് കാണുന്നത്? ആ തോന്നി. ഓക്കെ, പറഞ്ഞോ. യെസ്, ടു മേക്ക് വാട്ടർ ടാങ്ക്സ് അല്ലെ? വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കാൻ, ജലസംഭരണികൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളണം. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നാളെ വരുമ്പോൾ ചോദിക്കും, എഴുതിയിട്ടോ. ഓക്കെ, ടു ഇൻസുലേറ്റ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്, വൈദ്യുതജാലങ്ങളിൽ ആവരണം ചെയ്യുന്നു. ടു മേക്ക് ഹാൻഡിൽസ് ഓഫ് കിച്ചൺ യൂട്ടൻസിൽസ്, പാചകപാത്രങ്ങൾ കൈപ്പിടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ടു മേക്ക് വാട്ടർ ടാങ്ക്സ്, ജലസംഭരണികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സെറ്റ് അല്ലേ എല്ലാവരും? Yes. Okay, next question ആണ്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൈറ്റ് എനി 2 suggestions to reduce the pollution caused by plastics. പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം കുറയ്ക്കാൻ 2 മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക. നമ്മൾ 4 മാർഗ്ഗങ്ങളോളം പഠിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓരോന്നും. ഓക്കെ, അവോയ്ഡ് ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്, ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക. ഡ്യൂറിംഗ് ഫങ്ഷൻസ് യൂസ് ഗ്ലാസ് ഓർ സെറാമിക് ഓർ സ്റ്റീൽ യൂട്ടൻസിൽസ് ഓർ നാച്ചുറൽ സബ്സ്റ്റൻസസ്. സൽക്കാരവേളകൾ ഗ്ലാസ്, സെറാമിക്, സ്റ്റീൽ എന്നിവ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളോ പ്രകൃതിദത്തങ്ങളോ ഉപയോഗിക്കുക. കളക്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ആൻഡ് ഡിസ്പോസ് ദം കളക്റ്റീവ്, എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുക. മേക്ക് അവയർനെസ് ആക്ടിവിറ്റി അബൌട്ട് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക്കിന്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് ബോധവാന്മാരാവുക. ഇങ്ങനെ കുറേ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഴുതി വെച്ചാൽ കൃത്യമായിട്ട് മാർക്ക് കിട്ടും. ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന കേട്ടോ. അതുകൊണ്ട് സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടാലും എന്താണ് ശരിയാണെങ്കിൽ മാർക്സ് കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതുണ്ടായിരുന്നു. കൂടാതെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. യൂസ് പേപ്പർ, ക്ലോത്ത് ആൻഡ് പ്ലാന്റ് മെറ്റീരിയൽസ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ഫോർ ഡെക്കറേഷൻ. പ്ലാസ്റ്റിക് അലങ്കാര വസ്തുക്കൾക്ക് പകരം പേപ്പർ, തുണി, സസ്യഭാഗങ്ങൾ എന്നിവ കൊണ്ടുള്ളത് ഉപയോഗിക്കുക. എൻകറേജ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് വിച്ച് ക്യാൻ ബി റീസൈക്കിൾഡ്. റീസൈക്ലിങ്ങിന് സാധ്യമായ പ്ലാസ്റ്റിക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. മോണോമർ ഓഫ് ദ പോളിമർ റബ്ബർ. റബ്ബർ എന്ന പോളിമറിന്റെ മോണോമർ ആരാണ്? നമ്മൾ പഠിച്ചായിരുന്നു. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. സാറ് ആരാണ് വരുന്നത്? അഭിനന്ദ് കൃഷ്ണ. യെസ്, ഐസോപ്രീൻ. യെസ്, കേട്ടോ. ബ്യൂണൈനൊന്നും അല്ലടാ. അത് ഏതാണടാ? അത് സിന്തറ്റിക് റബ്ബറുകൾക്ക് എക്സാമ്പിൾ ആണ്. ഞാൻ ചോദിച്ചത് മോണോമർ ഓഫ് ദ പോളിമർ റബ്ബർ. റബ്ബറിന്റെ മോണോമർ ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ് മക്കളെ? ഐസോപ്രീൻ. കേട്ടോ, ഒത്തിരി ആളും മെസ്സേജസ് അയക്കേണ്ട. ഐസോപ്രീൻ ആണ് മോണോമർ. ഓക്കെ, ഐസോപ്രീൻ മോണോമർ ആണെങ്കിൽ അതിന്റെ പോളിമർ എന്തായിരിക്കും? പോളി ഐസോപ്രീൻ ആയിരിക്കും. കേട്ടോ, പോളി ഐസോപ്രീൻ എന്താണ്? അതിന്റെ പോളിമർ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻസർ ഐസോപ്രീൻ ആണ്. പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആർ 2 different types of plastics. തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും എന്നിവ 2 തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിച്ച് വൺ ഓഫ് ദീസ് ക്യാൻ ബി റീസൈക്കിൾഡ്? ഇവയിൽ ഏതാണ് റീസൈക്ലിംഗ് നടത്തി ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്നവരെ സാറ് വിളിച്ചോ. ആരാണ് വരുന്നത്? ഷഹമ ഷെറിൻ അല്ലെ? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണോ? തെർമോപ്ലാസ്റ്റിക്കോ? പിന്നെ ഉറപ്പിച്ചു. എത്ര രൂപ പറ്റ്? എത്ര രൂപ പറ്റ്? ഒരു 15,000.
അപ്പൊ ശരി, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. ഓക്കെ, തെർമോപ്ലാസ്റ്റിക് ആണ് കേട്ടോ, തെർമോപ്ലാസ്റ്റിക് ആണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ബിയുടെ ആൻസർ ഗീവ് ആൻ, ഓക്കെ ക്ഷമ കാണാം, ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് ഒരു ഉദാഹരണം മതിയടാ, ഒരു ഉദാഹരണം. രണ്ടാളൊന്നും പറയരുത് കേട്ടോ, ഒറ്റയ്ക്ക് പറയണം. ആരാണ് സാറേ വരുന്നത്? യെസ്, മാധവ് ഭാസ്കർ അല്ലേ? യെസ്, മാധവ് ഭാസ്കർ. മാധവേ, യെസ്, ഗുഡ് ഈവനിങ് മോനെ, പറഞ്ഞോടാ, പറ. ആ, ബേക്ക് ലൈറ്റ് അല്ലേ? ആ, മെലാമൈൻ ഉണ്ട്, അല്ലെങ്കിൽ ബേക്ക് ലൈറ്റ്, ഏത് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, എൻ്റെ ആൻസർ തെർമോപ്ലാസ്റ്റിക്കും, ബിയുടെ ആൻസർ ബേക്ക് ലൈറ്റും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിൽ അപ്പ് സ്യൂട്ടബിളി, ഉചിതമായ വിധം പൂരിപ്പിക്കുക. ഗ്ലൂക്കോസ് മോണോമറ. അങ്ങനെയാണെങ്കിൽ സ്റ്റാർച്ച് എന്തായിരിക്കും മക്കളെ? എന്തായിരിക്കും? യെസ്, ആൻസേഴ്സ് കുറേ വരുന്നുണ്ട്, എന്നാലും നമുക്ക് ഒരാളോട് ചോദിച്ച് നമുക്ക് നിന്ന് എന്ത് ചെയ്യാം. ആരാണ് സാർ വരുന്നത്? യെസ്, ഇതാരാണ്? ഗ്ലോറിയ ജോബി. യെസ്, ഗ്ലോറിയ പറയും ഗ്ലൂക്കോസ് മോണോമർ ആണെന്ന് പറയുന്നു. സ്റ്റാർച്ച് അപ്പം എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത്? ഗ്ലൂക്കോസ് മോണോമർ ആണ്. സ്റ്റാർച്ച് എന്താണ്? ശരിയാവൂല, കുഴപ്പമില്ല, നമുക്ക് വേറെ ഒരാളോട് ചോദിക്കാം. പഠിക്കണം കേട്ടോ. ഓക്കെ, ഹുസ്ന സക്കീർ. യെസ്, ഗുഡ് ഈവനിങ് മോളെ, പറഞ്ഞോ. പോളിമർ കേട്ടോ, പോളിമർ ആണ്. കാരണം ഗ്ലോറിയ ഇത് പോളിമർ ആണ്. കാരണം എന്താണ്? ഗ്ലൂക്കോസ് മോണോമർ ആണ്. ആ ഗ്ലൂക്കോസിന്റെ പോളിമർ ആണ് ആര്? സ്റ്റാർച്ച്. കേട്ടോ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അത് പോളിമർ ആണ് ആൻസർ വരുന്നത്. അതിൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് പോളിമർ ആണ്. അതിന്റെ മോണോമർ ആരാണ്? അമിനോ ആസിഡ് ആണ്. മനസ്സിലായല്ലോ? അതിന്റെ പോളിമർ ആണ് പ്രോട്ടീൻ, അതിന്റെ മോണോമർ എന്താണ്? അമിനോ ആസിഡ് ആണ്. അതുപോലെ തന്നെ പോളി ഐസോപ്രീൻ എന്താണ്? പോളിമർ ആണ്. ഐസോപ്രീൻ ആണ് എന്ത്? മോണോമർ ആയിട്ട് വരുന്നത്. മനസ്സിലാക്കി വെച്ചോളുക കേട്ടോ. സെറ്റാണോ എല്ലാവർക്കും? അൽഫോൺസ സെറ്റാണോ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7th ക്വസ്റ്റ്യൻ. Which of the following characteristics are related to synthetic fibers? ചുവടെ കൊടുത്തിരിക്കുന്നത് കൃത്രിമ നാരുകളുടെ സവിശേഷതകൾ ഏവ? Can be dried easily on getting wet. നനഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങുന്നു. ഹൈ എയറേഷൻ, വായു സഞ്ചാരം കൂടുതലാണ്. ലോ ഡ്യൂറബിലിറ്റി, എന്താണ്? കൂടുതൽ കാലം ഈട് നിൽക്കുന്നില്ല. വ്രിങ്കിൾ ഫ്രീ, ചുളുങ്ങുന്നില്ല. ഇതിലേതൊക്കെയാണ് പറയാൻ പറ്റുന്ന സാറെ ഒരാൾ വിളിച്ചു. ആരാണ് വരുന്നത്? ശിഖ. യെസ്, ശിഖ വി എസ് അല്ലെ? ശിഖ വി ബി. ശിഖയുടെ ഇനിഷ്യൽ മാറി പറഞ്ഞപ്പോൾ ശിഖ ഓർത്ത് തന്നെയല്ലായിരിക്കും അല്ലേ? കുഴപ്പമില്ല, സോറിടാ. വ്രിങ്കിൾ ഫ്രീ, ഓക്കെ, ആദ്യത്തെ പോയിന്റ് കണ്ടില്ല അല്ലെ? ഓക്കെ, ക്യാൻ ബി ഡ്രൈഡ് ഈസിലി ഓൺ ഗെറ്റിംഗ് വെറ്റ്, നനഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുന്നു. അതിൽ വ്രിങ്കിൾ ഫ്രീ, എന്താണ്? ചുളുങ്ങുന്നില്ല. ഇത് രണ്ടുമാണ് സിന്തറ്റിക് ഫൈബറുകളുടെ അല്ലെ, കൃത്രിമ നാരുകളുടെ സവിശേഷതകളായിട്ട് പറയുന്നത്. പഠിച്ചു വെച്ചോളണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ രണ്ടെണ്ണമാണ് വരുന്നത്. ഓക്കെ, ക്യാൻ ബി ഡ്രൈഡ് ഈസിലി ഓൺ ഗെറ്റിംഗ് വെറ്റ്, അതിൽ വ്രിങ്കിൾ ഫ്രീ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8th question. Plastic is used to store chemical substances. Which property of plastic is used here? രാസപദാർത്ഥങ്ങൾ സൂക്ഷിക്കുവാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റിക്കിന്റെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്നവര് ആരാണ് സാറ് വരുന്നത്? എടാ ഒന്ന് പവർ ആയിക്കേ, കൈകളൊന്ന് വീശിക്കേ. ആരാണ്? ഹൃദ്യ സി ജി. ഓക്കെ, ഹൃദ്യ പറഞ്ഞോ. യെസ്, ഗുഡ് ഈവനിങ് മോളെ, പറഞ്ഞോടാ. Yes, does not react with the chemical substances. Very good. Does not react with the chemical substances. എന്താണ്? രാസപദാർത്ഥങ്ങളുമായിട്ട് ഇവ എന്ത് ചെയ്യില്ല, രാസപ്രവർത്തനം നടത്തില്ല അല്ലെ? അതാണ് അതിനുള്ള കാരണമായിട്ട് പറയുന്നത് സാറേ. ഓക്കെ, അതാണ് അതിന്റെ കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്നുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സ്. വസ്ത്രനിർമ്മാണ രംഗത്ത് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നു. ഗീവ് ദ നെയിം ഓഫ് എ നാച്ചുറൽ ഫൈബർ. പ്രകൃതിദത്ത നാരുകൾക്ക് ഒരു ഉദാഹരണം പറയാൻ സാറേ ആരാണ് വരുന്നത്? യെസ്, അവിടെ നിന്ന് വിളിച്ചു പോകുന്നുണ്ട് പലരും ഇങ്ങനെ കേൾക്കാൻ വേണ്ടി. ഓക്കെ, ആരാണ്? അശ്വിനൊക്കെ വിളിച്ചു പോവാണ് അവിടെ നിന്ന്. ഓക്കെ,
യെസ്, ആരാണ് സാർ? ആദിശ്രീ. ആദിശ്രീ വന്നിരിക്കുന്നു. ആദിശ്രീ പറഞ്ഞോ. കോട്ടൺ. വെരി ഗുഡ്. കോട്ടൺ അല്ലെ, നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സാധനമാണ് കോട്ടൺ. അതുപോലെ റൈറ്റ് ദ വൺ മെറിറ്റ് ഓഫ് സിന്തറ്റിക് ഫൈബർ. കൃത്രിമ നാരുകളുടെ ഒരു ഉപയോഗം, ഏതെങ്കിലും ഒരു ഉപയോഗം പറയാൻ. യെസ്, കംഫർട്ടബിൾ ടു വിയർ അല്ലേ. യെസ്, അപ്പൊ നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്, അതിൽ ഒരു ഉപയോഗം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ആൻസറിലേക്ക് പോകാം. ഓക്കെ, ചീപ്പർ ദാൻ നാച്ചുറൽ ഫൈബേഴ്സ് ആണ്, പ്രകൃതിദത്ത നാരുകളെക്കാൾ വില കുറവാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഹൈ ഡ്യൂറബിലിറ്റി ആണ്, കൂടുതൽ കാലം ഈട് നിൽക്കും. കംഫർട്ടബിൾ ടു വിയർ നാച്ചുറൽ ഫൈബർ കേട്ടോ, സിന്തറ്റിക് ഫൈബറിൽ കംഫർട്ടബിൾ ടു വിയർ അല്ല. ഓക്കെ, അതറിഞ്ഞിരുന്നോളാം. ഓക്കെ, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ആറാമത്തെ ചാപ്റ്ററായ ഏതിലേക്ക് പോകാം? വാട്ടറിലേക്ക് പോകാം. ഓക്കെ, ആറാമത്തെ ചാപ്റ്ററായ വാട്ടറിലേക്ക് പോകാം. അപ്പോൾ വാട്ടർ, ജലം, ജലത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. കാരണം ജലം എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ തുടിപ്പാണ് അല്ലേ. വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഈ ചൂടുകാലത്ത് എങ്ങനെ ജീവിക്കും വെള്ളമില്ലാതെ? ഒരു ദിവസം ഒരു കന്നാസ് വെള്ളം കുടിക്കാമോ സാറ്? ആണോ സാറേ? യെസ്, 2 കന്നാസ് വെള്ളം കുടിക്കും. ഓ, എന്നിട്ട് എങ്ങോട്ട് പോകുന്നു സാറേ ഇതൊക്കെ? ഓക്കെ, അപ്പോൾ അതാണ് അല്ലെ, വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഭക്ഷണമില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളമില്ലാതെ എന്ത് ചെയ്യാ ജീവിക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ വെള്ളം എന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ജീവന്റെ എന്താണ്? തുടിപ്പാണ്. ഓക്കെ, അപ്പോൾ ജീവൻ ഉണ്ടോ അവിടെ വെള്ളം വേണം, വെള്ളമില്ലയോ ജീവൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വാട്ടറിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇത്തിരി വലിയ ക്വസ്റ്റ്യനാണ് പറയാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ബോധം കെടരുത്. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ വലിപ്പം മാത്രമാണ് വലുത്, ആൻസറൊക്കെ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആർക്കും പേടി തോന്നണ്ട, ആൻസർ എല്ലാം ചെറുതാണ് കേട്ടോ, ക്വസ്റ്റ്യൻ മാത്രമാണ് വലുത്. ഓക്കെ, 2 സാമ്പിൾസ് ഓഫ് വാട്ടർ ആർ ഗീവൺ. 2 ജല സാമ്പിളുകൾ നൽകിയിരിക്കുന്നു. സാമ്പിൾ 1, സോപ്പ് ഗീവ്സ് ലാദർ ഈസിലി. എന്താണ്? സാമ്പിൾ 1 സോപ്പ് എളുപ്പത്തിൽ നുരയെ നൽകുന്നു. ഓക്കെ, സാമ്പിൾ 2 സോപ്പ് ഡസ് നോട്ട് ഗീവ് ലാദർ ഈസിലി. സോപ്പ് എളുപ്പത്തിൽ നുരയെ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അതങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സാമ്പിൾ റെപ്രസെന്റ്സ് ഹാർഡ് വാട്ടർ? ഏത് സാമ്പിളാണ് കാഠിന്യമുള്ള ജലത്തെ പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. സാറേ ആര് വരും സാറേ? ആരാണ് വരുന്നത്? യെസ്, ഗാഥ കെ അനിൽ അല്ലേ. യെസ്, ഗാഥ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അഡാർ ലവ് സിനിമയാണ്. അഡാർ ലവ് സിനിമയിൽ അല്ലേ, നമ്മുടെ ആക്ട്രസിന്റെ പേര് അതിൽ ഗാഥ എന്നാണ്. ഓർമ്മയുണ്ടോ? ഗാഥ ഉണ്ട്. പിന്നെ എൻ്റെ പേരുള്ള സിനിമനെ മറക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഗാഥ പറഞ്ഞോ. വിച്ച് സാമ്പിൾ റെപ്രസെന്റ് ഹാർഡ് വാട്ടർ? ആ, എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും ഇതിലെ സാമ്പിൾ 1 ആണോ സാമ്പിൾ 2 ആണോ? സാമ്പിൾ 2. കാരണം എന്താണ്? ഹാർഡ് വാട്ടർ എന്ത് ചെയ്യില്ല? സോപ്പിനെ പതപ്പിക്കില്ല അല്ലെ. സോപ്പ് ഇട്ടാൽ എന്ത് ചെയ്യില്ല? നുര ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതാണ് സാമ്പിൾ 2 ആണ്. വെരി ഗുഡ് മോളെ കാണാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് സോൾട്സ് കോസസ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ? താഴെ പറയുന്ന ലവണങ്ങളിൽ ഏതാണ് ജലത്തിന്റെ കാഠിന്യത്തിന് കാരണമാകുന്നത്? സോഡിയം കാർബണേറ്റ്, മഗ്നീഷ്യം ക്ലോറൈഡ്, സിങ്ക് ഹൈഡ്രോക്സൈഡ്, അമോണിയം ക്ലോറൈഡ്. ഏതായിരിക്കും മക്കളെ? ഏതാണെന്ന് പറയാൻ പറ്റുന്നവര് ഓടിച്ചാടി ഇറങ്ങി ഓടി വരിക. വീട്ടിൽ നിന്ന് ഓടി ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഉദ്ദേശിച്ചത് മഗ്നീഷ്യം ക്ലോറൈഡ് ആണോ? ആണോ ആണോ എന്നാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് ചോദ്യം, ആണോ? ആണോ? അതെ, ഉറപ്പിച്ചു. ബാക്കി ആരാണ് നിദ്രയിൽ കിടക്കുന്നത്? സുഖനിദ്രയിൽ അനിയനാണോ? ചേട്ടനാണോ? ഓക്കെ, ഓക്കേടാ. ഓക്കെ, അപ്പോൾ വെരി ഗുഡ്. അത് തന്നെയാണ് ആൻസർ, മഗ്നീഷ്യം ക്ലോറൈഡ്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മഗ്നീഷ്യത്തിന്റെയും കാൽഷ്യത്തിന്റെയും ലവണങ്ങൾ, സാൾട്ടുകളാണ് ഹാർഡ്നെസ്സിനുള്ള കാരണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അത് അപ്പോൾ ഇവിടെ മഗ്നീഷ്യം ഉണ്ട് അല്ലെ, മഗ്നീഷ്യം ക്ലോറൈഡ്. ബാക്കിയുള്ള അല്ലെങ്കിൽ കാൽഷ്യം തന്നെയായിരുന്നു, അതിൽ മഗ്നീഷ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് മഗ്നീഷ്യം ക്ലോറൈഡ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സിയുടെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്? തിളപ്പിച്ച് കഴിഞ്ഞാൽ കാഠിന്യം മാറുന്നത് ഏത് തരം ഹാർഡ് വാട്ടർ ആണ്? കഠിന ജലമാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആരാണ് സാർ വരുന്നത്? ആരാണ് വരുന്നത്? തിളപ്പിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അൻകിത പതുക്കെ സമാധാനപ്പെടും. ഗുഡ് ഈവനിങ് അൻകിതിന് അങ്ങടെ ആവേശം കയറിയിട്ടെ കൈയിട്ട്. ഓക്കെ, പറഞ്ഞോ. ടെമ്പററി ഹാർഡ്നെസ്. വെരി ഗുഡ്, ടെമ്പററി ഹാർഡ്നെസ് അല്ലെ, താൽക്കാലികമായ കാഠിന്യം. അതാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
മാറ്റി കളയാൻ പറ്റും. അതേസമയം പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെ, രാസപദാർത്ഥങ്ങൾ നമ്മൾ അതിൽ എന്ത് ചെയ്യണം? കൊടുക്കണം. രാസപദാർത്ഥങ്ങളിലൂടെയാണ് നമുക്ക് രാസമാറ്റങ്ങളുടെ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആൻസേഴ്സ്, ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ സാമ്പിൾ 2 ആയിരുന്നു, സെക്കൻഡ് മഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് തേർഡ് വൺ ടെമ്പററി ഹാർഡ്നെസ് താൽക്കാലിക കാഠിന്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോയാലോ? വരുമോ? എല്ലാവരും സെറ്റ് അല്ലേ? ഓട്ടത്തിൽ കിതയ്ക്കുന്നുണ്ടോ? ഓടി കിതയ്ക്കുന്നുണ്ടോ? ഇല്ല, എൻ്റെ ഒപ്പം ഓടാൻ റെഡി അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ടർ പൊല്യൂഷൻ ഈസ് എ ബേണിംഗ് ഇഷ്യൂ നൗ ഡേയ്സ്. എന്താണ്? ജലമലിനീകരണം ഒരു വലിയ ഇന്ന് കത്തുന്ന പ്രശ്നമാണ് അല്ലേ? കാരണം നിങ്ങൾക്ക് നോക്കിയറിയാം, എറണാകുളം ടൗണിലേക്കൊക്കെ ചെന്നറിയാം, പണ്ടൊക്കെ തോടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് മുമ്പ്, അതായത് ഞാൻ ലൈവിൽ കയറുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ്. എറണാകുളം ജില്ല 1960 മുൻപ്, അതായത് 1960 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല അല്ലേ, എല്ലാവർക്കും ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ. ഓക്കെ, 1960 മുമ്പ് എറണാകുളത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? വൈറ്റില ജംഗ്ഷനായി. സാറേ ഒന്ന് ആലോചിക്കണം, 1960 മുമ്പ് വൈറ്റില ജംഗ്ഷൻ എന്ന് പറയുന്നത് ചെറിയ അറിയപ്പെടാത്തൊരു ഗ്രാമമായിരുന്നു. എന്താ? യെസ്, ശരിയാണ്. അമർ സാറിൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു. അമർ സാറ് 1960 മുമ്പുള്ള കിഡായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അമർ സാറാണ് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നത്. അതുപോലെ പാലാരിവട്ടം പാലം ആ സ്ഥലമൊക്കെ ഇല്ലേ, അവിടേക്ക് തോടുകളായിരുന്നു എന്ന് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ അന്ന് അവിടെ നല്ല ജലം കിട്ടുമായിരുന്നു, വാട്ടർ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ്? ഫുള്ളി പൊല്യൂട്ടഡ് ആണ് അല്ലേ? ഫുള്ളി പൊല്യൂഷനാണ്. കാരണം നല്ല ജലം ഒന്നുമില്ല, മൊത്തം എന്താണ്? വേസ്റ്റുകൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജല മലിനീകരണം, വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൗ ഡു അക്വാട്ടിക് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഗെറ്റ് ഓക്സിജൻ ഫോർ റെസ്പിറേഷൻ? ജലജീവികൾക്കും സസ്യങ്ങൾക്കും ശ്വസനത്തിനായി ഓക്സിജൻ എങ്ങനെ ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് മക്കളെ ലഭിക്കുന്നത്? എൻ്റെ പൊന്നു സാർ, അതൊക്കെ പറയുമ്പോൾ വലിയ കഥയാണ് എന്ന് പറയരുത്. ഒക്കെ ജോസഫൈൻ തന്നെ വീണ്ടും പറയുന്നുണ്ട്. ജോസഫൈൻ ആദ്യത്തെ ക്ഷീണം തീർക്കാൻ വേണ്ടി വീണ്ടും വരുവാണ് അല്ലേ? ആദ്യം പറഞ്ഞ് ഞാൻ തെറ്റിച്ചു, ഇനി ഞാൻ അത് പറഞ്ഞ് ശരിയാക്കിയിട്ടേ പോകുള്ളൂ എന്നാണ് ജോസഫൈൻ പറയണത്. പറഞ്ഞോ? യെസ്, ഗുഡ് ഈവനിങ്. ജോസഫൈൻ്റെ തലയിലിരിക്കുന്ന ഹെഡ്ഫോണൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അല്ലേ? 2 മൊയലിൻ്റെ കൊമ്പൊക്കെ ഉള്ള, മൊയലിൻ്റെ മറ്റേ ചെവി. പറഞ്ഞോ? വെരി ഗുഡ്. എന്താണ് ഡിസോൾവ്? അതായത് വെള്ളത്തിൽ ഡിസോൾവ് ആയിരിക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ചാണ് അക്വാട്ടിക് ആനിമൽസ് എന്ത് ചെയ്യുന്നത്? ബ്രീത്ത് ചെയ്യുന്നത് അല്ലെ, ശ്വസനം നടത്തുന്നത്. ഓക്കെ, B question. The waste dumped into rivers and ponds resulted in the destruction of aquatic life. Explain. നദികളിലേക്കും കുളങ്ങളിലേക്കും തള്ളുന്ന മാലിന്യങ്ങൾ ജലജീവികളുടെ നാശത്തിന് കാരണമാകുന്നു. വിശദീകരിക്കുക. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് പറയാൻ വേണ്ടി നമുക്കൊരാളോട് ചോദിക്കാം. ഏഞ്ചൽ തന്നെയാണ് വീണ്ടും വരുന്നത്. നമുക്ക് ഏഞ്ചലിനോട് ചോദിക്കാം. മക്കളെ പുതിയ ആളുകളൊക്കെ ഹാൻഡ് റൈസ് ചെയ്ത് പോട്ടാ. ഓക്കെ, ഏഞ്ചൽ വരും. ഏഞ്ചൽ പറയും. യെസ്, ഗുഡ് ഈവനിങ് മോളെ, പറഞ്ഞോടാ. യെസ്, വെരി ഗുഡ്. നല്ല വ്യക്തമായി വൃത്തിയായി പറഞ്ഞിട്ടുണ്ട് ഏഞ്ചൽ. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് റൈറ്റ്. ഇനി അതർ ആക്ടിവിറ്റി ദാറ്റ് കോസസ് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണത്തിന് കാരണമാകുന്ന മറ്റേതെങ്കിലും ഒരു പ്രവർത്തനം എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ആൻസർ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ: ആൻ അക്വാട്ടിക് ആനിമൽസ് ബ്രീത്hes by absorbing free oxygen into its blood through its gills or directly through its body surface. Oxygen is consumed in surface waters by all aquatic organisms such as fish, plants, algae, bacteria and invertebrates. ഓക്കെ, ഒരു ജലജീവി ശ്വസിക്കുന്നത് അതിൻ്റെ ചെകിള ശരീരത്തിൻ്റെ ഉപരിതലത്തിലൂടെയോ രക്തത്തിലേക്ക് സ്വതന്ത്ര ഓക്സിജൻ ആഗിരണം ചെയ്തുകൊണ്ടാണ്. ഓക്സിജൻ ഉപരിതല ജലത്തിൽ എല്ലാ ജലജീവികളും ഉപയോഗിക്കുന്നു. മത്സ്യം, സസ്യങ്ങൾ, ആൽഗകൾ, ബാക്ടീരിയകൾ, അകശേരുക്കൾ. ഓക്കെ, അതൊക്കെയാണ്. എന്തായാലും നിങ്ങൾ പറഞ്ഞത് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. ഇത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ആൻസർ ആണെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, വെൻ ദ ഗാർബേജ് ഇസ് ഡംപ്ഡ് ഇൻ ദ റിവേഴ്സ് ഓർ വാട്ടർ ബോഡീസ് ദേ cannot be degraded and get accumulated in the bodies. The degradation of these materials results in the release of toxic compounds which kill the plants and aquatic animals. The water becomes polluted and is not unfit for drinking.
അതായത് ഇപ്പം ഏഞ്ചൽ പറഞ്ഞ ആൻസർ എഴുതിയാൽ നമ്മൾ പഠിച്ച ആൻസർ എഴുതിയാലും മതി. ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആക്കി ഇത് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പേടിക്കേണ്ട ഇത് കണ്ടിട്ട്. ഓക്കെ, ഇനി സിയുടെ ആൻസറിലേക്ക് പോകാം. സിയുടെ ആൻസർ ഓവർ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, എക്സസ് യൂസ് ഓഫ് ഡിറ്റർജൻസ്. എന്താ, വളങ്ങളുടെ അമിത ഉപയോഗം, ഡിറ്റർജൻറ്റിൻ്റെ അമിത ഉപയോഗമൊക്കെ എന്താണ് ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്, വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ക്ലിയർ ആണെങ്കിൽ ഉഷാറായിട്ട് ചോദിച്ചാൽ സെറ്റ് അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ പഠിക്കുക, നല്ലപോലെ പഠിക്കുക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഷോൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. താഴെ പറയുന്ന ഓരോ സാഹചര്യത്തിലും കാണിച്ചിരിക്കുന്ന ജലത്തിന്റെ സ്വഭാവം തിരിച്ചറിയുക. വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ഓഫ് ഓട്ടോമൊബൈൽസ്. വാഹനങ്ങളുടെ റേഡിയേറ്ററുകളിൽ വെള്ളം ഉപയോഗിക്കുന്നു. അത് ഏത് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മക്കളെ? നമ്മൾ പഠിച്ചിട്ടുള്ളതാ ഇത്. ഏത് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ സാറേ ആരാണ് വരുന്നത്? ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നവനെ വിളിക്കാം. ഇവാൻ ഷിബു. യെസ്, ഇവാൻ വരുന്നു. ഇവാൻ ഹാൻഡ് റൈസ് ചെയ്തിരുന്നായിരുന്നു മുൻപ്, ഇപ്പൊ ഹാൻഡ് റൈസിങ് താത്തിയാണ്. ഓക്കെ, ഇവാൻ പറ. എന്തുട്ടാണോ? കുഴപ്പമില്ല. വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ഓഫ് ബി അറിയാം, എ അറിയില്ല, എന്നാ ബി പറഞ്ഞു. യെസ്, അത് തന്നെ, സർഫസ് ടെൻഷൻ. കേട്ടോ, അത്ര പറഞ്ഞാൽ മതി. സർഫസ് ടെൻഷൻ, പ്രതലബലം. കേട്ടോ, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പഠിക്കണം കേട്ടോ. ആദ്യത്തെ എന്തായിരുന്നു? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, ജലത്തിന്റെ താപധാരിതയായിരുന്നു. കേട്ടോ, ഓക്കെ, യെസ്. ഓക്കെ, നല്ലപോലെ പഠിക്കുക. വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ഓഫ് ഓട്ടോമൊബൈൽസ്. വാഹനങ്ങളുടെ റേഡിയേറ്ററുകളിൽ വെള്ളം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഏതാ മക്കളെ? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. എന്താണ്? ജലത്തിന്റെ താപധാരിതയായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്മോൾ വാട്ടർ ഡ്രോപ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. ചെറിയ വെള്ളത്തുള്ളികൾ ഗോളാകൃതി സ്വീകരിക്കുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സർഫസ് ടെൻഷൻ, പ്രതലബലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The 3 samples are given below. 3 സാമ്പിളുകൾ താഴെ കൊടുത്തിരിക്കുന്നു. അതിൽ എ, വാട്ടർ ഇൻ വിച്ച് കാൽഷ്യം സൾഫേറ്റ് ഈസ് ഡിസോൾവ്ഡ്. കാൽഷ്യം സൾഫേറ്റ് ലയിപ്പിച്ച വെള്ളം. ഓക്കെ, ബി, ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ബി. സി, വാട്ടർ ഇൻ വിച്ച് മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഈസ് ഡിസോൾവ്ഡ്. മഗ്നീഷ്യം ബൈകാർബണേറ്റ് ലയിപ്പിച്ച വെള്ളം. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സാമ്പിൾ ഡസ് സോപ്പ് ലാദർ റീഡ്ലി. ഏത് സാമ്പിളിലാണ് സോപ്പ് എളുപ്പത്തിൽ നുരയുന്നത് അല്ലെങ്കിൽ പതയുന്നത്? ഏത് സാമ്പിളിലായിരിക്കും മക്കളെ? വാട്ടർ ഇൻ വിച്ച് കാൽഷ്യം സൾഫേറ്റ് ഇസ് ഡിസോൾവ്ഡ് ആണോ? ഡിസ്റ്റിൽഡ് വാട്ടർ ആണോ? വാട്ടർ ഇൻ വിച്ച് മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഇസ് ഡിസോൾവ്ഡ് ആണോ? ഇതിലെ ഏത് സാമ്പിളിലാണ് പെട്ടെന്ന് സോപ്പ് പതയുന്നത്? ഏതിലാണ് പറയാൻ പറ്റുന്ന? സാറേ ഒരാൾ വിളിച്ചു, ആരാണ് വരുന്നത്? നമ്മുടെ നിഹാരിക VAS. നിഹാരിക ഡിസ്റ്റിൽഡ് വാട്ടർ ഇസ് വെരി ഗുഡ്. നിഹാരികയുടെ പേരിന്റെ മീനിങ് എന്താ അറിയില്ലേ? അത് ശരിയല്ല കേട്ടോ. നമ്മുടെ പേരിന്റെ മീനിങ് ഒക്കെ നമ്മൾ ഇന്റർവ്യൂസിനൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ അവിടെ ഇരിക്കുന്ന സാറന്മാർക്ക് പേര് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയാൽ അവർ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യമായിരിക്കും, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് നെയിം എന്നായിരിക്കും ചോദിക്കുക. എൻ്റെ പേരിൻ്റെ മീനിങ് എന്താ പറയുക? സുഗന്ധമുള്ള പുഷ്പം. എന്താ ചെയ്യുക? വിടരുന്ന പുഷ്പം. പുഷ്പനല്ല, വിടരുന്ന പൂവ്. ഓക്കെ, നല്ല സുഗന്ധമുള്ള പൂവ്, റോസാ പൂവ് എന്നൊക്കെയാണ്. എന്താ ചെയ്യുക? അതുപോലെയാണ് നമ്മളും ഇങ്ങനെ എന്താ പറയുക, നല്ല ഗന്ധങ്ങൾ പടർത്തി ഇങ്ങനെ നടക്കുന്നു. ഓക്കെ, നിഹാരിക അപ്പോൾ പേരിൻ്റെ മീനിങ് ഇന്ന് തന്നെ കിടക്കുന്നതിന് മുമ്പ് തന്നെ ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കി വെച്ചോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് മക്കളെ? ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. അതായത് പെട്ടെന്ന് സോപ്പ് പതയുന്നത് ഏത് വെള്ളത്തിലാണ് മക്കളെ? ഡിസ്റ്റിൽഡ് വാട്ടറിലാണ് കേട്ടോ. ഓക്കെ, ബി, ഐഡന്റിഫൈ ദ സാമ്പിൾ ഇൻ വിച്ച് സോപ്പ് ലാദേഴ്സ് റീഡ്ലി ഓൺലി ഓൺ ഹീറ്റിംഗ്. ഗിവ് റീസൺ. ചൂടാക്കുമ്പോൾ മാത്രമാണ് സോപ്പ് എളുപ്പത്തിൽ നുരയുന്നത്. സാമ്പിൾ തിരിച്ചറിയുക, കാരണം നൽകുക. ഇതിൽ ചൂടാക്കിയ ആ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോപ്പ് ഇട്ടിട്ട് ശരിക്കും പതയും. അത് ഏത് സാമ്പിളാണെന്ന് പറയാൻ വരുന്നത് ആരാണ് സാറേ? നിലു നൂഫ് അല്ലേ? നിലു നൂഫ് തന്നെയല്ലേ? അതെ, യെസ്, ഗുഡ് ഈവനിങ്. നല്ല പേരാണ്, നല്ല വെറൈറ്റി പേര്. നിലു നൂഫ് തന്നെയാണ് പേര് ശരിക്കും? അതെ, ഓക്കെ. നിലു പറഞ്ഞോ. മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഡിസോൾവ്ഡ്. വെരി ഗുഡ്. അതായത് എന്തുകൊണ്ടാണ് മോളെ? അതിന്റെ കാരണം എന്താ മോളെ? ബൈകാർബണേറ്റ് അത് റിമൂവ് ചെയ്യാം. കാരണം അത് ടെമ്പററി
ഹാർഡ്നെസ് ആണ് അല്ലെ, താൽക്കാലികമായിട്ടാണ്. വെരി ഗുഡ്, ഓക്കെ ആണ് കേട്ടോ. അപ്പൊ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? ഡിസ്റ്റിൽഡ് വാട്ടർ, സോറി സി ആണ് വരുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് എയുടെ ആൻസർ. ബിയുടെ ആൻസർ സാമ്പിൾ സി ആണ്. വാട്ടർ ഇൻ വിച്ച് മഗ്നീഷ്യം ബൈകാർബണേറ്റ് ഇസ് ഡിസോൾവ്ഡ്. എന്താണ്? ബൈകാർബണേറ്റ് ലയിപ്പിച്ച വെള്ളം. ഓക്കെ, കാരണം കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം കോസസ് ടെമ്പററി ഹാർഡ്നെസ് വിച്ച് ക്യാൻ ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. എന്താണ്? കാർബണേറ്റുകളും കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും എന്താണ്? താൽക്കാലിക കാഠിന്യത്തിന് എന്ത് ചെയ്യുന്നു? കാരണമാകുന്നു. അത് തിളപ്പിച്ചാൽ മാറ്റിയെടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? പഠിച്ചു വെച്ചോളൂ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്, what is the boiling point of water at normal atmospheric pressure? 1 mark question. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളത്തിന്റെ തിളനില എത്രയാണ്? B question, it is easy to prepare food in pressure cooker. Explain the reason. പ്രഷർ കുക്കറിൽ ഭക്ഷണം തയ്യാറാക്കാൻ എളുപ്പമാണ്, കാരണം വിശദമാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ ഞാൻ തന്നെ പറയാം കേട്ടോ. ഓക്കെ, എന്തായാലും പറയാൻ റെഡി ആയിട്ട് ആദിലക്ഷ്മിക്ക് വന്നിരിക്കുമായിരുന്നു. എന്നാലും നമുക്ക് ഇടയ്ക്ക് വിളിക്കാം കേട്ടോ മോളെ, ഇടയ്ക്ക് ഞാൻ വിളിക്കാം. ഇപ്പം ഞാൻ ആൻസർ ആകെ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അതാണ് ഇങ്ങനെയാണെങ്കിൽ സ്വന്തം പറയാമെന്നും പറഞ്ഞു. ഓക്കെ, എന്നാൽ വിളിച്ചോ. ഇനി ആദിലക്ഷ്മിക്ക് വിഷമം തോന്നുന്നുണ്ട്. ഏടെ ആൻസർ പറഞ്ഞോ. വാട്ട് ഈസ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ? യെസ്, ഗുഡ് ഈവനിങ്, പറഞ്ഞോ. 100 ഡിഗ്രി സെൽഷ്യസ്. വെരി ഗുഡ്. ഓക്കെ, പറയാൻ വന്നപ്പോൾ ആവേശത്തിൽ പറയാനും കിട്ടുന്നില്ല അല്ലേ. ഓക്കെ, 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്ത് ആണല്ലോ, 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം എന്ത് ചെയ്യുന്നു? തിളയ്ക്കുന്നു. ഇറ്റ് ഈസ് ഈസി ടു പ്രിപ്പയർ ഫുഡ് ഇൻ പ്രഷർ കുക്കർ. എക്സ്പ്ലെയിൻ ദ റീസൺ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, എൻ്റെ ആൻസറിലേക്ക് പോകാം. എൻ്റെ ആൻസർ എന്താണ്? ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇസ് റേസ്ഡ് ബൈ ദ ഇൻക്രീസ്ഡ് പ്രഷർ ഇൻസൈഡ് ദ കുക്കർ. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഇസ് ലോവേർഡ് ബൈ ദ പ്രഷർ. മോർ സ്റ്റീം ഈസ് അവൈലബിൾ ടു കുക്ക് ദ ഫുഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. എന്താ? കുക്കറിനുള്ളിലെ മർദ്ദം കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ തിളനില ഉയരുന്നു അല്ലെ. അപ്പോൾ എന്ത് സംഭവിക്കും? മർദ്ദം കൂടുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ തിളനില കൂടുന്നത് കൊണ്ട് മർദ്ദം കുറഞ്ഞു കഴിഞ്ഞാൽ തിളനില കുറയും, മർദ്ദം കൂടി കഴിഞ്ഞാൽ തിളനില കൂടും. അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസിൽ എന്താണ്? അത് പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ 120 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളിപ്പോൾ പഠിക്കണമെന്നില്ല, നമ്മുടെ മെറ്റീരിയൽ കൃത്യമായിട്ട് കിടപ്പുണ്ട്, അത് തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. 120 ഡിഗ്രി സെൽഷ്യസിലാണ് എന്ത് ചെയ്യുള്ളൂ? പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കുകയുള്ളൂ? ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഫുഡ് എന്ത് ചെയ്യും? കുക്ക് ചെയ്യും. ഓക്കെ, അത് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ടർ ഈസ് യൂസ്ഡ് ഇൻ റേഡിയേറ്റേഴ്സ് ടു റെഗുലേറ്റ് ദ ഹീറ്റ് ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിൻസ്. ഹിയർ വിച്ച് പ്രോപ്പർട്ടീസ് വാട്ടർ ഇസ് മെയ്ഡ് ഓഫ് യൂസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, അത് മറ്റൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു. ഇത് തന്നിട്ടുണ്ട്. അനോമലസ് എക്സ്പാൻഷൻ, ഹയർ ഹീറ്റ് കപ്പാസിറ്റി, സർഫസ് ടെൻഷൻ, ന്യൂട്രൽ ബിഹേവിയർ. അസാധാരണ വികാസം, ഉയർന്ന താപശേഷി, ഉപരിതല പിരിമുറുക്കം, നിഷ്പക്ഷ സ്വഭാവം എന്നൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്താണ്? ഹയർ ഹീറ്റ് കപ്പാസിറ്റി അല്ലേ, ഉയർന്ന താപധാരിത അല്ലെങ്കിൽ താപശേഷിയാണ് ഇതിനുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7th ക്വസ്റ്റ്യൻ. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് സർഫസ് ടെൻഷൻ. താഴെ പറയുന്ന സാഹചര്യങ്ങൾ ഉപരിതല പിരിമുറുക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക. A blade placed carefully on the surface of water does not sink. ജലോപരിതലത്തിൽ എന്നാൽ ശ്രദ്ധാപൂർവം വെച്ചിരിക്കുന്ന ബ്ലേഡ് മുങ്ങുന്നില്ല. അത് ഏത് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നവരെ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വരിക. ആർക്ക് പറയാൻ പറ്റും? ബ്ലേഡ് സൂക്ഷ്മതയോടുകൂടി വെള്ളത്തിന് മുകളിൽ വെച്ചാൽ അതെന്ത് ചെയ്യില്ല? മുങ്ങിപ്പോയില്ല. അതിനുള്ള കാരണം പറയാൻ ആർക്ക് പറ്റും? സാറെ വിളിച്ചോ. യെസ് യെസ് യെസ്, ആരാണ് വരുന്നത്? ആൽഫോൺസ. യെസ്, ആൽഫോൺസ സിസ്റ്ററിനെ പോലെ തന്നെ അല്ലേ, തേജസ്സോട് കൂടി ഇരിക്കുന്നു ആൽഫോൺസ. യെസ്, ഗുഡ് ഈവനിങ് ആൽഫോൺസ. സർഫസ് ടെൻഷൻ എന്താണ്? പ്രതലബലമാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. വെരി ഗുഡ് അല്ലേ. നമ്മുടെ ആൽഫോൺസ അമ്മേനെ പോലെ തന്നെ അല്ലേ, നല്ല പ്രകാശമുള്ള മുഖമാണ്, നല്ല ക്യൂട്ടായ മുഖമാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓൺ ആഡിങ് സം സോപ്പ് സൊല്യൂഷൻ ടു ദിസ് വാട്ടർ ദ ബ്ലേഡ് സിങ്സ്. ഈ വെള്ളത്തിൽ സോപ്പ് ലായനി ചേർക്കുമ്പോൾ ബ്ലേഡ് മുങ്ങിപ്പോകുന്നു. ഓക്കെ, അതിനുള്ള കാരണം എന്തായിരിക്കും? പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? പവൻ പറയും. യെസ്, പവൻ. പറഞ്ഞോടാ. ഗുഡ് ഈവനിങ്. എടാ, ഇത്രേ ഉള്ളൂ. ആദ്യം ഞാൻ ബ്ലേഡ് എടുത്ത് വെള്ളത്തിന്റെ മുകളിൽ എന്ത് ചെയ്തു? നല്ല ശ്രദ്ധാപൂർവം വെച്ചു. അപ്പൊ അത് മുങ്ങിപ്പോയില്ല, കാരണം അത് സർഫസ് ടെൻഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു, പ്രതലബലം ഉള്ളത് കൊണ്ടാന്ന് പറഞ്ഞു. കുറച്ച് സോപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ആ ബ്ലേഡ് അങ്ങ് മുങ്ങിപ്പോയി. കാരണം എന്തായിരിക്കും? സോപ്പ് ആഡ് ചെയ്യുമ്പോൾ വെള്ളത്തിന് എന്ത് സംഭവിക്കും?
സോപ്പ് ആഡ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും കേട്ടോ. ഡിക്രീസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ വെൻ സോപ്പ് ഇസ് ആഡഡ്. സോപ്പ് വെള്ളത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മക്കളെ? സർഫസ് ടെൻഷൻ കുറയും. പ്രതലബലം കുറയുന്നത് കാരണമാണ് ആ ബ്ലേഡ് എന്ത് ചെയ്യുന്നത്? മുങ്ങിപ്പോകുന്നത് കേട്ടോ. മനസ്സിലാക്കി പഠിച്ചോളണം. സെറ്റാണ് ഇഷാന? ഓക്കെ. യെസ്. നെക്സ്റ്റ്, ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. ദ്രാവക തുള്ളികൾ ഗോളാകൃതി സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? എന്താണ്? സർഫസ് ടെൻഷൻ, പ്രതലബലം ഉള്ളത് കൊണ്ട് കേട്ടോ. പ്രതലബലം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഹസാന ഫാത്തിമ സെറ്റാണോ? ഓക്കെ. ഹസാന അവിടെ ഫുഡൊക്കെ ഇങ്ങനെ റെഡിയാക്കി മൂടി വെച്ചേക്കുവാണ് അല്ലേ? യെസ് സർ, സാറ്റർഡേ ഇസ് മൈ ബർത്ത്ഡേ. ഹസാന വെറുതെ പറഞ്ഞാൽ കുഴപ്പമില്ല, അവിടെ ഇരുന്നോട്ടെ. ഓക്കെ. ഹസാനയുടെ ബർത്ത്ഡേ ആണ് സാറ്റർഡേ. അപ്പൊ അതിനുള്ള കേക്ക് കൊണ്ടാണോ ഇരുന്നത്? അതിന്റെ വല്ല കേക്കാണോ വെച്ചിരിക്കുന്നത്? അല്ല. ഓക്കെ. ഹസാനയുടെ ബർത്ത്ഡേ ആണ് സാറ്റർഡേ. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ. യെസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നിന്റെ ആൻസർ നോക്കാം. ഓക്കെ. എയുടെ ആൻസർ, ഡ്യൂ ടു സർഫസ് ടെൻഷൻ വാട്ടർ സർഫസ് ആക്സസ് സ്ട്രെച്ചഡ് മെംബ്രെയിൻ. ഉപരിതല പിരിമുറുക്കം കാരണം ജലത്തിന്റെ ഉപരിതലം ഒരു മുറുകിയ പ്രതലമായി പ്രവർത്തിക്കുന്നു. ബി, സോപ്പ് റെഡ്യൂസസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. അല്ലെ, എന്താണ്? സോപ്പ് എന്ത് ചെയ്യും? പ്രതലബലം കുറയ്ക്കുന്നു. ഡ്യൂ ടു ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ ടെൻഡ്സ് ടു റെഡ്യൂസ് ഇറ്റ്സ് സർഫസ് ഏരിയ. ദാറ്റ്സ് വൈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് അസ്യൂം സ്ഫെറിക്കൽ ഷേപ്പ്. എന്താണ്? ഉപരിതല പിരിമുറുക്കം കാരണം ജലത്തിന്റെ ഉപരിതല വിസ്തീർണം കുറയ്ക്കുന്നു. അതിനാലാണ് ജലത്തുള്ളികൾ ഗോളാകൃതിയായിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ മെറ്റീരിയൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? പഠിച്ചിട്ട് വേണം പോകാൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വിട്ട് കളയരുത്. നല്ലപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് പഠിച്ചു വെച്ചോളണം. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം 8th ക്വസ്റ്റ്യൻ. ഓക്കെ. ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ ആർ ടേക്കൻ ഇൻ 2 സെപ്പറേറ്റ് ബീക്കേഴ്സ്. ഹീറ്റ് ദം ഓൺ എ വാട്ടർ ബാത്ത്. എന്താണ്? തുല്യ അളവിൽ വെള്ളവും വെളിച്ചെണ്ണയും 2 വ്യത്യസ്ത ബീക്കറുകൾ എടുത്ത് ഒരു വാട്ടർ ബാത്തിൽ ചൂടാക്കുക. ഓക്കെ. അത് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ 2 സബ്സ്റ്റൻസസ് ടെമ്പറേച്ചർ റൈസസ് സ്ലോലി ഇൻ സ്പെസിഫൈഡ് ടൈം? ഗീവ് റീസൺ. 2 പദാർത്ഥങ്ങളിൽ ഏതാണ് നിശ്ചിത സമയത്ത് താപനില സാവധാനത്തിൽ ഉയരുന്നത്? കാരണം നൽകുക. പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സാറേ മുഹമ്മദ് സിയാദ് പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. മുഹമ്മദ് സിയാദ്. പറയടാ കുട്ടാ. അൺമ്യൂട്ട് ആവുന്നില്ല. കുഴപ്പമില്ല. ഓക്കെ. നമുക്ക് ഇപ്പോൾ തൽക്കാലം വിടാം. ഓക്കെ. റൈറ്റ് വൺ സിറ്റുവേഷൻ വിച്ച് ദിസ് പ്രോപ്പർട്ടീസ് മെയ്ഡ് ഓഫ് യൂസ്. ഈ സ്വഭാവം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം എഴുതുക. ഓക്കെ. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ആൻസേഴ്സ് ആണ്: ഇൻ കേസ് ഓഫ് വാട്ടർ ടെമ്പറേച്ചർ ഇൻക്രീസസ് സ്ലോലി. എന്താണ്? ഓക്കെ. വാട്ടർ എന്താണ്? വെള്ളത്തിനായിരിക്കും പതുക്കെ ചൂട് ഉയരുന്നത് അല്ലേ? വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടാകും. അതേസമയം വെള്ളം എന്താണ്? സാവധാനത്തിൽ ചൂടാകണം. അതിനുള്ള കാരണം എന്താണ്? ദ റീസൺ ഫോർ ദ സ്ലോ ഹീറ്റിംഗ് ഓഫ് വാട്ടർ ഇസ് ഇറ്റ്സ് ഹൈ ഹീറ്റ് കപ്പാസിറ്റി. ഉയർന്ന താപശേഷി അല്ലെങ്കിൽ താപദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് വെള്ളം പതുക്കെ ചൂടാകുന്നത്. ഓക്കെ. ഇനി അതിൻ്റെ 2 യൂസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടു റെഗുലേറ്റ്സ് ദ ഹീറ്റ് ഓഫ് റേഡിയേറ്റർ ഇൻ വെഹിക്കിൾസ് അല്ലെ, വാഹനങ്ങളെ റേഡിയേറ്ററിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിനും ടു റെഗുലേറ്റ് ദ ഹീറ്റ് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ചൂട് നിയന്ത്രിക്കുന്നതിനൊക്കെ എന്താണ്? വെള്ളത്തിന്റെ ഈ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ താപദാരിദ്ര്യമാണ് അവിടെ പ്രോപ്പർട്ടി ആയിട്ട് അല്ലെങ്കിൽ സവിശേഷതയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ വെച്ച് നിങ്ങളത് പഠിക്കണം. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് ചോദിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? നല്ലപോലെ പഠിക്കുകയും ചെയ്യുക. സെറ്റാണോ എല്ലാവരും? സെറ്റാണ് ഉഷാറായിട്ട് ഒന്ന് കൈവീശിക്കടാ. സെറ്റാണെങ്കിൽ എല്ലാവരും ഒന്ന് കൈവീശിക്കുക. പോരട്ടെ. യെസ്. ഓക്കെ. അപ്പോൾ നല്ലപോലെ പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് തരാം. ഓക്കെ. ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ തിരിച്ചെത്തണം. യെസ് മക്കളെ, യെസ്. എല്ലാവരും തിരിച്ചു വരിക. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് 2 ചാപ്റ്റേഴ്സ് കൂടി നോക്കിയാൽ നമ്മുടെ ഇന്നത്തെ ലൈവ് സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക. സെറ്റ് അല്ലേ? ഓടി മടുത്തില്ല അല്ലേ? യെസ്. നമ്മൾ ഈ മാരത്തൺ പൂർത്തിയാക്കണം. എല്ലാവരും കൂടെ നിൽക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ സെറ്റ് ആയിട്ടിരിക്കുക. എല്ലാവരും എനർജറ്റിക് ആയിട്ടിരിക്കുക. അടുത്ത ചാപ്റ്റർ മെറ്റൽസ്, ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ? വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. നമുക്കത് വെച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. മെറ്റൽസ് വെച്ച് നമ്മൾ പറയാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സം മെറ്റൽസ് ആർ ഗിവൺ. ചില ലോഹങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഏതൊക്കെയാ മക്കളെ? സിങ്ക് ഉണ്ട്, അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കോപ്പർ ഉണ്ട്. ഓക്കെ. വിച്ച് വൺ ഓഫ് ദീസ് മെറ്റൽസ് റിയാക്ട് വിഗറസ്ലി വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്? മുകളിൽ നൽകിയിരിക്കുന്നവയിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ഏറ്റവും തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഏതെന്ന്?
ഏതാ? സിങ്ക് ആണോ, അയണാണോ, മഗ്നീഷ്യം, കോപ്പർ ആണോ എന്ന ഏതാണ് നമുക്ക് നോക്കാം. അതുപോലെ വിച്ച് ഗ്യാസ് ഇസ് ഇവോൾവ്ഡ് വെൻ മെറ്റൽസ് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതെന്നും നമുക്ക് നോക്കാം. ആൻസറിലേക്ക് നോക്കാം, ശ്രദ്ധയോടുകൂടി ഇരിക്കുക. എൻ്റെ ആൻസേഴ്സ് ഫസ്റ്റ് വൺ മഗ്നീഷ്യമാണ്. മഗ്നീഷ്യമാണ് ഏറ്റവും പെട്ടെന്ന് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നത് കേട്ടോ. ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇല്ലേ, അവനോട് ഏറ്റവും ഇഷ്ടമുള്ളവൻ മഗ്നീഷ്യടാ, ഏറ്റവും ഇഷ്ടം. ഹൈഡ്രോക്ലോറിക് ആസിഡിനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, അത്ര ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെ മെറ്റൽസ് എന്താണ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗ്യാസ് ഏതായിരിക്കും മക്കളെ? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. ഓർത്തു വെക്കണം, ഓക്സിജൻ അല്ല, ഹൈഡ്രജൻ കേട്ടോ. ആസിഡും മെറ്റലും റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ. മറക്കരുത് കേട്ടോ, മറക്കരുത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെച്ചോളണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗിവ് റീസൺ ഫോർ ദ ഫോളോയിങ്, താഴെ പറയുന്ന വസ്തുതകൾക്ക് കാരണം എഴുതുക. ഫസ്റ്റ് വൺ, ബട്ടർ മിൽക്ക് ഇസ് നോട്ട് സ്റ്റോർഡ് ഇൻ അലുമിനിയം വെസൽസ്. എന്താണ്? അലുമിനിയം പാത്രത്തിൽ മോര് സൂക്ഷിക്കാറില്ല. അലുമിനിയം പാത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല? മോര് സൂക്ഷിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നുണ്ടോ? തപസ്യ അവിടെ മെഴുകുതിരി കത്തിച്ച് വെച്ച് പഠിക്കുന്നു. അതാണ് പണ്ട് നമ്മുടെ എബ്രഹാം ലിങ്കൻ മറ്റേ സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിലിരുന്ന് പഠിച്ചു എന്ന് പറയുന്ന മാതൃക കാണിക്കുകയാണ് തപസ്യ. ആ ഡെഡിക്കേഷന് കൺഗ്രാറ്റ്സ് കേട്ടാ. കറണ്ട് പോയിട്ടായിരിക്കും അല്ലേ? കറണ്ട് പോയോ വീട്ടില്? പോയി. ഓക്കെ ഓക്കെ. അപ്പോൾ ബട്ടർ മിൽക്ക് എന്തുകൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കില്ലാത്തത് അലുമിനിയം വെസലില്? കാരണം ബട്ടർ മിൽക്കിൽ എന്തുണ്ട്? ഒരു ആസിഡ് ഉണ്ട് അല്ലെ? ഒരു ആസിഡ് ഉണ്ട്. ആ ആസിഡ് എന്ത് സംഭവിക്കും? ഈ അലുമിനിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്ത് പോയിസണസ് സബ്സ്റ്റൻസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് അല്ലെ? പഠിച്ചിട്ടുള്ളതാണ്. സെക്കൻഡ്, കോപ്പർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇലക്ട്രിക് വയർസ്. വൈദ്യുത കമ്പികൾ നിർമ്മിക്കുന്നതിന് കോപ്പർ ഉപയോഗിക്കുന്നുണ്ട്. എന്താ കാരണം? ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന, ഉയർന്ന താപചാലകത കാണിക്കുന്ന ഒരു മെറ്റലാണ് എന്ത്? കോപ്പർ എന്ന് പറയുന്നത്. അയൺ എക്യുപ്മെന്റ്സ് ഇൻ കോസ്റ്റൽ ഏരിയസ് അണ്ടർഗോ റസ്റ്റിംഗ് ക്വിക്കലി. കടൽ തീര പ്രദേശങ്ങളിലെ ഇരുമ്പ് ഉപകരണങ്ങൾ വേഗത്തിൽ തുരുമ്പിക്കുന്നത് എന്താണ് മക്കളെ? പ്രസൻസ് ഓഫ് സാൾട്ട് ഇൻ വാട്ടർ അല്ലെ? ജലത്തിൽ ഉപ്പിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അല്ലെ? ആണല്ലോ. അപ്പൊ ഇത് കൃത്യമായി പഠിക്കണം. ഇത് നമ്മുടെ വിന്നേഴ്സിന്റെ മെറ്റീരിയൽ, വിന്നേഴ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ വിന്നേഴ്സിന്റെ മെറ്റീരിയൽ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും. ഓക്കെ, പഠിച്ചു വെച്ചിട്ട് പോകണം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസേഴ്സ് ആണ് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. 3 എണ്ണത്തിന് ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ട് ഇനി ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല, പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗീവ് റീസൺ ഫോർ ദ ഫോളോയിങ്, താഴെ പറയുന്ന വസ്തുതകൾക്ക് കാരണം എഴുതുക എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. അതാണ്. ഓക്കെ, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഓക്കെ, അതിപ്പോ നിങ്ങൾ നോക്കണ്ട, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി മെറ്റൽസ് ആർ ജനറലി ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. ലോഹങ്ങൾ പൊതുവെ വൈദ്യുത ജാലകങ്ങളാണ്. വാട്ട് ഇസ് മീൻ ബൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? ഈ വൈദ്യുത ജാലകത എന്നാൽ എന്താണ്? നമ്മൾ ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെ? എന്താണ് ഇത്? എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി അല്ലെ? ഇലക്ട്രിസിറ്റി, വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, വൈദ്യുത ജാലകത. വിച്ച് മെറ്റൽ ഹാസ് ദ ഹയസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? വൈദ്യുത ജാലകത ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു മക്കളെ? ഏതായിരുന്നു? സിൽവർ അല്ലെ? വെള്ളി ആണല്ലോ. നമ്മൾ പറയില്ല അവൻ വെള്ളി എന്ന് പറയാറില്ലേ? ഇല്ലേ? അവൻ വെറും വെള്ളി എന്ന് പറയാറുണ്ട് അല്ലേ? ഓക്കെ, ആ വെള്ളിയല്ല, ഇത് സിൽവർ, മെറ്റലായ ലോഹമായ വെള്ളി കേട്ടോ, സിൽവർ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസേഴ്സിലേക്ക് നമുക്ക് പോകാം. ആൻസേഴ്സ് ആണ് the ability of a substance to let electricity pass through, it is known as electrical conductivity. വൈദ്യുതി കടത്തിവിടാനുള്ള ഒരു വസ്തുവിന്റെ കഴിവിനെ വൈദ്യുത ജാലകത എന്നും. സിൽവർ, വെള്ളിയാണ് ബിയുടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അലുമിനിയം ഫോയിൽ ഈസ് യൂസ്ഡ് ടു റാപ്പ് കാൻഡി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽ പ്രോപ്പർട്ടീസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്? എന്താണ്? മിഠായി പൊതിയാൻ അലുമിനിയം ഫോയിൽ ഉപയോഗിക്കുന്നു അല്ലേ? അല്ലേ? നമ്മുടെ എന്താണ് കിറ്റ്കാറ്റ് പൊതിയാൻ എന്ത് ചെയ്യുന്നുണ്ട്? അലുമിനിയം ഫോയിൽ കവർ ചെയ്യുന്നുണ്ട് അല്ലേ? അത് ഏത് സവിശേഷതയുമായിട്ട്? ലോഹ സവിശേഷതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി, സോണോറിറ്റി. ഏതാ മക്കളെ? ഇതേ വന്നു, മെസ്സേജസ് ഒക്കെ വന്നു. ഏതാണ്? മാലിബിലിറ്റി അല്ലേ? മാലിബിലിറ്റി ആണ് അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്ന മാലിബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടേക്ക് എ പീസ് ഓഫ് മഗ്നീഷ്യം ഇൻ എ ടെസ്റ്റ് ട്യൂബ്, ആഡ് 5 ml ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ ഇത് പഠിച്ചായിരുന്നു ഇല്ലേ? എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, മഗ്നീഷ്യം ഇടുക, അല്ലെങ്കിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുക. ഏത് ഗ്യാസാ മക്കൾ ഉണ്ടാവുന്നത്? ഒരു മെറ്റലും ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്ന ഗ്യാസ് ഏതാ? പറട്ടെ. യെസ്, വായും കൊണ്ട് പറഞ്ഞേ. നിങ്ങളുടെ നാക്ക് ഒന്ന് ചലിക്കുന്ന കണ്ട് എനിക്ക് പറയാൻ പറ്റും. യെസ്, ബാലാവണി പറഞ്ഞേ. ഏതാ ഗ്യാസ്? നാക്കും കൊണ്ട് പറഞ്ഞ എനിക്ക് മനസ്സിലാവും. പറഞ്ഞോ, വെറുതെ പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്യണ്ട.
യെസ് ഹൈഡ്രജൻ അല്ലെ, ഹൈഡ്രജൻ ഗ്യാസ് ആണ്, ഹൈഡ്രജൻ വാതകമാണ്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ എബോവ് റിയാക്ഷൻ. എന്താണ് മഗ്നീഷ്യവും HCl റിയാക്ട് ചെയ്തുണ്ടാവുന്നത് എന്താണെന്ന് മക്കളെ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വിജ്ഞാനത്തിന്റെ മെറ്റീരിയൽ കൃത്യമായിട്ട് കിടപ്പുണ്ടായിരുന്നു. എന്തായിരുന്നു? മഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് H2 പഠിച്ചു വെച്ചോളണം കേട്ടോ. റിയാക്ഷൻസിന്റെ ഒക്കെ ഇക്വേഷൻസ് പഠിച്ചു വെച്ചോളണം, സമവാക്യങ്ങളൊക്കെ പഠിച്ചു വെച്ചോളണം. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയായിരുന്നു? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു, മഗ്നീഷ്യം പ്ലസ് 2 HCl gives മഗ്നീഷ്യം ക്ലോറൈഡ് പ്ലസ് H2 പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻറ്റ്. സെറ്റാണോ? ആണോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? സിമ്പിൾ ചാപ്റ്റർ അല്ലേ? സിമ്പിൾ, ഇതൊക്കെ സിമ്പിൾ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെവൻത് ക്വസ്റ്റ്യൻ ടൂൾസ് മെയ്ഡ് ഓഫ് അയൺ ഡു നോട്ട് റസ്റ്റ് വിത്ത് ഏജ്. എന്താണ്? ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ കാലപ്പഴക്കത്തിൽ തുരുമ്പെടുക്കുന്നില്ല. ഓക്കെ, റൈറ്റ് എനി 2 factors which influence the process of corrosion of iron. എടാ, ഇരുമ്പ് തുരുമ്പെടുക്കാൻ കാലപ്പഴക്കമല്ല, പിന്നെ വേറെന്താ പ്രശ്നം? ഇരുമ്പ് തുരുമ്പെടുക്കാനുള്ള കാരണം എന്താ? പിന്നെ ഒന്ന് പറയാൻ പറ്റുന്നവര് ഒന്ന് പറയാം. യെസ്, രണ്ട് കാര്യം പറയണം. ഒന്ന് വാട്ടറാ, മറ്റൊന്ന് എന്താ? ഒന്ന് പറ, പെട്ടെന്നാവട്ടെ. ഏതാ? പോരട്ടെ പറയടാ. എടാ ചാറ്റിലേക്ക് ഇടാനാ ഉദ്ദേശിക്കുന്നത്. യെസ്, അസ്ഞനെ വിളിച്ച് ചോദിക്കാം. അസ്ഞ വരും. യെസ്, ഗുഡ് ഈവനിങ് മോളെ, പറഞ്ഞോളാ. യെസ്, മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, പിന്നെ വാട്ടർ. മോയ്സ്ചർ തന്നെയല്ല വാട്ടറിന്റെ കണ്ടന്റുകളുണ്ടല്ലേ മോയ്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഇത് മോയ്സ്ചർ ഈർപ്പവും എയറുമാണ്, വായുവുമാണ് രണ്ട് ഘടകങ്ങൾ. റൈറ്റ്, വൺ മെത്തേഡ് ടു അഡോപ്റ്റഡ് ടു പ്രിവെന്റ് കൊറോഷൻ ഓഫ് അയൺ. ഇരുമ്പിന്റെ ലോഹനാശം തടയാൻ സ്വീകരിക്കേണ്ട രണ്ട് മാർഗ്ഗം നമുക്കറിയാം. പെയിന്റിങ് ഉണ്ട്, അല്ലെങ്കിൽ സിങ്കിന്റെ ഒക്കെ എന്താണ് ഇത് കൊടുക്കാം, ആവരണം കൊടുക്കാം അല്ലെ, ദ കോട്ടിംഗ് ഓഫ് സിങ്ക് അല്ലെ. അപ്പോൾ നമുക്കത് പറയാം ആൻസേഴ്സ്. ഒന്ന് മോയ്സ്ചർ ആൻഡ് എയർ, ഈർപ്പവും അന്തരീക്ഷവായും. അതിലൊരു മെത്തേഡാണ് പെയിന്റ് അടിക്കുക, അതല്ലെങ്കിൽ എന്താണ് സിങ്കിൻ്റെയും അതുപോലെ തന്നെ സിങ്കിൻ്റെ എന്ത് ചെയ്യുക, ക്രോമിയത്തിൻ്റെ ഒക്കെ കോട്ടിങ് അല്ലേ, ആവരണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എയ്ത്ത് ക്വസ്റ്റ്യൻ The freshly cut surface of sodium metal has a shining appearance. സോഡിയം ലോഹത്തിന്റെ പുതുതായി മുറിച്ച പ്രതലത്തിന് നല്ല തിളക്കമുണ്ടായിരിക്കും. വിച്ച് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഇസ് എക്സിബിറ്റഡ് ഹിയർ. ഇത് ലോഹങ്ങളുടെ ഏത് സവിശേഷതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ എല്ലാവരും മെറ്റാലിക് ലെസ്റ്റർ ലോഹദ്യുതി എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്നുണ്ട്. യെസ്, സോഡിയം ഇസ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽ, സോ ഇറ്റ് ഇസ് കെപ്റ്റ് ഇൻ കെറോസിൻ ടു പ്രിവെന്റ് ഇറ്റ്സ് കോണ്ടാക്ട്. ഓക്കെ, എന്താണ് അതെന്തുകൊണ്ടായിരിക്കും? ഓക്കെ, അതിനുള്ള കാരണം എഴുതാനാണ്. എന്താണ്? നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കാനുള്ള കാരണം, സോഡിയം മെറ്റൽ എന്താണ്? മണ്ണെണ്ണയിൽ സൂക്ഷിക്കാനുള്ള കാരണം എന്താണ്? സോഡിയം ഈസ് എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. എന്താണ്? ക്രിയാശീലം കൂടിയ ലോഹമാണ് എന്ത്? സോഡിയം. കേട്ടോ, ചോദിക്കാം എന്തുകൊണ്ടാണ് സോഡിയം മണ്ണെണ്ണയിൽ സൂക്ഷിക്കാനുള്ള കാരണം എന്ന് ചോദിക്കാം. എന്താണ് മക്കളെ? സോഡിയം ഈസ് എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ. എന്താണ്? സോഡിയം എന്ന് പറയുന്നത് ക്രിയാശീലം കൂടിയ ലോഹമാണ്. ഓക്കെ, അപ്പോൾ അതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ലപോലെ പഠിക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും 4th ചാപ്റ്ററിൽ നിന്ന് വരിക. നമ്മൾ ഒത്തിരി തവണ റിവൈസ് ചെയ്തതാണ്, അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോയാലോ? പോണ്ടേ? എന്തിനൊന്നും പറ. ഓക്കെ, ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, സൊല്യൂഷൻസ് ലായനികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ഓക്കെ, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. ഓക്കെ, നല്ലപോലെ പഠിക്കുക. നാളത്തെ എക്സാമിന് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ നിന്ന് 95% ക്വസ്റ്റ്യൻസും ഉണ്ടാവും. എത്ര? 95% ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള 1-2 ക്വസ്റ്റ്യൻ 1-2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നിങ്ങൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ 20ൽ 20 വാങ്ങൂലോ കെമിസ്ട്രിക്ക്? മേടിക്കില്ലേ? മേടിച്ചിരിക്കണം. ഫുൾ മാർക്ക് കിട്ടിയ ചെലവ് ചെയ്യാന്ന് ആരാ പറഞ്ഞ സാറേ? ഏഞ്ച് പറഞ്ഞിട്ടുണ്ട്. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. കേട്ടല്ലോ, വാക്ക് പറഞ്ഞ വാക്കാര് കേട്ടല്ലോ. ഏഞ്ചല, എന്തായിരിക്കും ചെലവ്? ഒരു ബെൻസ് കാർ ആണോ? എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താണ്, എല്ലാവരും ഫുൾ മാർക്സ് മേടിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്പോണൻസ് ഓഫ് ദ മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ ക്യാൻ ബി സെപ്പറേറ്റഡ് യൂസിങ് ഫിൽറ്റർ പേപ്പർ
ചോക്ക് പൊടിയും ജലവും ചേർന്ന മിശ്രിതത്തിലെ ഘടകങ്ങളെ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് വേർതിരിക്കാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ടു വിച്ച് ടൈപ്പ് ഡസ് ദിസ് മിക്സ്ചർ ബിലോങ്സ്? ഈ മിശ്രിതം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അതാണ് സാറേ. ഓക്കെ, ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് സസ്പെൻഷൻ. യഥാർത്ഥ ലായനി, കൊളോയിഡ് സസ്പെൻഷൻ. ഇതിലെ ഏതിൽ ഉൾപ്പെടുന്നു എന്ന് പറയാൻ സാർ ആരാണ് സാർ വരുന്നത്? ആര് നമുക്ക് വിളിക്കാം? പോരട്ടെ. യെസ്, ശ്രീലക്ഷ്മി KG ആണ് വരുന്നത്. ശ്രീലക്ഷ്മി KG. യെസ്, ശ്രീലക്ഷ്മി ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ശ്രീലക്ഷ്മി, അതായത് ഫിൽറ്റർ പേപ്പർ, അതായത് ചോക്ക് പൗഡർ ഓഫ് ദ മിക്സ്ചർ, ചോക്ക് പൗഡറും വെള്ളവും കൂടി എന്ത് ചെയ്യുന്നു, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം ഫിൽറ്റർ പേപ്പർ വെച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ചോക്ക് പൗഡറും വെള്ളവും കൂടിയിരിക്കുന്ന മിക്സ്ചറിന് നമുക്ക് എന്ത് മിക്സ്ചർ എന്ന് വിളിക്കാം? ട്രൂ സൊല്യൂഷൻ ആണോന്നോ? എന്താ ശ്രീലക്ഷ്മി, ട്രൂ സൊല്യൂഷൻ ആണോ? ചോക്ക് പൗഡറും വെള്ളവും കൂടുന്ന മിക്സ്ചർ അപ്പൊ പഠിച്ചില്ല ഈ ചാപ്റ്റർ? ഇനി എപ്പ തുടങ്ങാൻ? പഠിക്കട്ടാ. ഓക്കെ. നന്ദന സുരേഷ്. നന്ദന. യെസ്, ഗുഡ് ഈവനിങ് മോളെ, പറഞ്ഞോടാ. സസ്പെൻഷൻ. യെസ്, സസ്പെൻഷൻ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നന്ദനയുടെ മുത്തശ്ശിയാണോ ബാക്കിലിരിക്കുന്നത്? യെസ്, ഓക്കെ. അപ്പൊ മുത്തശ്ശിക്ക് ഒരു ഹായ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. റൈറ്റ് എനി 2 other characteristics of mixture belong to this type. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മിശ്രിതങ്ങളുടെ മറ്റ് 2 സവിശേഷതകൾ എഴുതുക. അത് പറയാൻ ആർക്ക് വരാൻ പറ്റും? സാറേ, ഉഷാറായിട്ട് കൈ വീശി കൈ തളർന്നവരെ വിളിക്കാം. ആരാണ്? എഡ്വിനെയാണ് സാറിന് കിട്ടിയത്. എഡ്വിൻ ഫ്രം ആളൂർ. യെസ്, ഗുഡ് ഈവനിങ് എഡ്വിനെ, പറഞ്ഞോടാ. 2 ക്യാരക്ടറിസ്റ്റിക്സ്. The path of light is visible. Yes, path of the light is visible ആണോ? സസ്പെൻഷനിലാ? പോടാ. ഉറപ്പിച്ച അൻകിതേ? ശരിയാണോ അൻകിത ഈ പറഞ്ഞത്? അല്ല, സസ്പെൻഷനിൽ എന്ത് ചെയ്യുന്നില്ല, ഇവര് കടത്തി വിടില്ല. ഡു നോട്ട് പാസ് ദ ലൈറ്റ്. കേട്ടോ, ലൈറ്റ് എന്ത് ചെയ്യുന്നില്ല, പാസ് ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോടാ. അത് ചെറിയ കൊളോയിഡിലാണ് പാത്ത് വിസിബിൾ ആവുക കേട്ടോ. മനസ്സിലായോ? സസ്പെൻഷനിൽ വിസിബിൾ ആവില്ല കേട്ടോ. ഓക്കെ, പഠിക്കുക. ഓക്കെ, മറ്റൊരു പ്രോപ്പർട്ടി പറയാൻ അങ്കിത വരട്ടെ. അങ്കിത, അതാണെങ്കിൽ അവൻ പറയുകയും ചെയ്തു. എന്നാ എഡ്വിൻ തന്നെ പറയട്ടെ. എഡ്വിനെ, പറഞ്ഞോ അടുത്തത്. പാർട്ടിക്കിൾ ക്യാൻ സെറ്റിൽ ഡൗൺ. 1 പോയിന്റ് ഞാൻ മറ്റേല് പിടിച്ചു അല്ലേടാ, അതാണ്. ഓക്കെ, യെസ്. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. എയുടെ ആൻസർ സസ്പെൻഷൻ ആണ്. ബിയുടെ ആൻസർ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ, പദാർത്ഥം അടിക്കുന്നു. ഡു നോട്ട് പാസ് ലൈറ്റ് ബീം, പ്രകാശം കടത്തി വിടുന്നില്ല. പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്, പഠിച്ചു വെച്ചോളണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. മിക്സ്ചർ എ, particles cannot be separated by filtration. ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയുന്നില്ല. On passing an intense beam of light, its path is visible. കടത്തിവിടുന്ന തീവ്ര പ്രകാശത്തിന്റെ പാത ദൃശ്യമാണ്. മിക്സർ ബിയിലേക്ക് വരുമ്പോൾ particles can be separated by filtration. ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയുന്നു. മിക്സർ സിയിലേക്ക് വരുമ്പോൾ particles cannot be separated by filtration. ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയുന്നില്ല. On passing an intense beam of light, its path is not visible. കടത്തിവിടുന്ന തീവ്ര പ്രകാശത്തിന്റെ പാത ദൃശ്യമല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിക്സ്ചർ എ ഏതാണ്, മിക്സ്ചർ ബി ഏതാണ്, മിക്സ്ചർ സി ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഞാൻ പറയാം ആദ്യത്തെ ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങൾ പറഞ്ഞു കേട്ടോ. വിച്ച് വൺ, ഇത് നോക്കുക, വിച്ച് വൺ ഓഫ് ദ ഗിവൺ മിക്സ്ചേഴ്സ് റെപ്രസെന്റ്സ് എ ട്രൂ സൊല്യൂഷൻ. ഇതിലെ യഥാർത്ഥ ലായനി ഏതാ മക്കളെ? ഇതിലെ ട്രൂ സൊല്യൂഷൻ ഏതാണെന്ന് പറയാൻ പറ്റുന്നത് സാറെ വിളിച്ചോ. യെസ്, ഏഞ്ചൽ ആണെങ്കിൽ ഇങ്ങനെ മെസ്സേജ് അയച്ച് കൊല്ലുവാണ്. ഓക്കെ ഓക്കെ, ശ്രീലക്ഷ്മി ആരാണ്? ശ്രീലക്ഷ്മി നോക്കിയാൽ എന്നെ തന്നെയാണ് സാർ.
എനിക്ക് വിശ്വസിക്കാമോ? എൻ്റെ കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാമേ? പറഞ്ഞ ശ്രീലക്ഷ്മി. സി ആണ്. യെസ്, ഓക്കെ. ഇതിൽ ട്രൂ സൊല്യൂഷൻ സി ആണ് കേട്ടോ. കാരണം ട്രൂ സൊല്യൂഷൻ യഥാർത്ഥ ലായനിയുടെ എന്താണ് സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ വഴി അരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നാൽ പാത്ത് ബീം കടത്തി വിടുന്നുണ്ടോ? പാത്ത് ബീം ലൈറ്റ് കടന്നു പോകുന്നുണ്ടെങ്കിലും അതിന്റെ പാത്ത് നമുക്ക് എന്തല്ല, വിസിബിൾ അല്ല. ഓക്കെ, അതുകൊണ്ട് ട്രൂ സൊല്യൂഷൻ സി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ കുറച്ചു നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ആവുന്ന മിക്സ്ചർ ഏതാണ്? കുറച്ചു നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ആവുന്നത് ഇതിലെ ഏതാണ്? മിക്സ്ചർ എ ബി സി ഇതിലെ ഏതാണെന്ന് പറയാൻ ആരാണ് വരുന്നത് സാറേ? നിയ മരിയ. നീ എന്തൊക്കെ പറഞ്ഞോ? എ ആണോ അല്ലേ? എ ആണോ അല്ലേ? നമ്മുടെ രാജാവ് ആരെവിടെ എന്നൊക്കെ വിളിക്കും പോലെ അല്ലേ? ഓക്കെ, എ ആണ്. എ ആണോ? അല്ല, എ അല്ല. എന്താണ്? പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ അല്ലേടാ? കേട്ടോ? കാരണം അവര് കൊളോയിഡ് അല്ല, സസ്പെൻഷൻ ആണ്. കുറച്ചു നേരം അനക്കാതെ വെച്ച് കഴിയുമ്പോൾ എന്താ അടിഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കെ, ബി ആണ് കേട്ടോ, എ അല്ല, ബി ആണ്. ഓക്കെ, ടു വിച്ച് ഓഫ് ദീസ് മിക്സ്ചേഴ്സ് ഡസ് മിൽക്ക് ബിലോങ്? പാൽ ഇവയിൽ ഏത് തരം മിക്സറിൽ ഉൾപ്പെടുന്നു? മിക്സർ എ ആണ്, മിക്സർ ബി ആണ്, മിക്സർ സി ആണോ എന്ന് പറയാൻ സാറേ നമ്മുടെ ഒരു ഫേമസ് ഒരാളാണ് വരുന്നത്. ആരാണ് സാർ ഇത്? ഫേമസ് ആണ് സെറ. യെസ്, സെറ റോബിൻ. സെറ അറിയാം എന്നെ തന്നെ. സെറ പറഞ്ഞോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ഇതിൽ മിൽക്ക് ഏതിൽ ഉൾപ്പെടുന്നു? മിക്സർ എ ആണോ, മിക്സർ ബി ആണോ, മിക്സർ സി ആണോ? മിൽക്ക്. നമ്മുടെ പാലില്ലേ, കുടിക്കുന്ന പാലില്ലേ അത്? മിൽക്ക് ഏത് തരം മിക്സ്ചറാ? ട്രൂ സൊല്യൂഷൻ ആണോ, സസ്പെൻഷൻ ആണോ, കൊളോയിഡ് ആണോ? ഇതൊക്കെ ചോദിച്ചാൽ എൻ്റെ പൊന്ന് സാറേ. കുഴപ്പമില്ല, നമുക്ക് വേറെ ആളോട് ചോദിക്കാം, പാസ് ചെയ്യാം അല്ലേ? ക്വസ്റ്റ്യൻ പാസ് ചെയ്യാൻ ആരാണ് സാറേ? ഫിന ജോജി. യെസ്, ഫിന. നമ്മൾ ഫിനി എന്ന് കേട്ടിട്ടില്ല സാറേ? ഒരു പക്ഷിയുടെ പേരാണ് ഫിനി അല്ലേ? ഫിൻസ് ആണോ? അങ്ങനെ എന്തോ ഒരു പക്ഷിയുടെ പേരുണ്ട്. ആ പക്ഷിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ മോൾക്ക്? ഇല്ല. ഓക്കെ, നല്ല പേരാണ് ഫിന. ഓക്കെ, പറഞ്ഞോ. ആഹാ, ട്രൂ സൊല്യൂഷനാ മിൽക്ക്. ഇത്രയൊക്കെ നമ്മൾ ഹൈപ്പ് ഏറ്റി പറഞ്ഞിട്ട് കൊണ്ടത് അവസാനം കലവടക്കല്ലേ? കുഴപ്പമില്ല, ഒന്ന് മാറിപ്പോയതായിരിക്കും. ഒന്നുകൂടി കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, യെസ്, ഷഹ്മ ഷെറിൻ. ഈ ക്വസ്റ്റ്യൻ നാളെ വന്നിട്ടുണ്ടെങ്കിൽ ഫിന കൃത്യമായിട്ട് എഴുതും. കാരണം എന്താണ്? ഓർത്തിരുന്നോളൂ, എനിക്ക് തെറ്റു പറ്റിയതാണെന്ന് അല്ലേ ഫിന? ഓക്കെ, ഷഹ്മ ഷെറിൻ പറയും. അല്ലേ? ആ പറഞ്ഞ ആ ഒരു അല്ലേ, ആ ഗുമ്മ് കണ്ട് മിക്സ്ചർ എ കൊളോയിഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, കൊളോയിഡ് സൊല്യൂഷൻ ആണ് മിൽക്ക്, അത് മിക്സ്ചർ എ ആണ് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, കാണാട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു. എൻ്റെ ആൻസർ മിക്സ്ചർ സി ആണ്, എയുടെ ആൻസർ മിക്സർ ബി ആണ്, മിക്സർ എ ആണ് സിയുടെ ആൻസർ കേട്ടോ. കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇസ് പ്രിപ്പയർഡ്. എന്താണ്? സോഡിയം ക്ലോറൈഡിന്റെ പൂരിത ലായനി തയ്യാറാക്കിയിരിക്കുന്നു. വാട്ട് ഇസ് മീൻ ബൈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? പൂരിത ലായനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓക്കെ, ആൻഡ് ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് ഇസ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? ഈ ലായനിയെ അതിപൂരിത ലായനിയാക്കി മാറ്റുന്നത് എങ്ങനെ? നമുക്കറിയാം. ഇനി അത് പ്രത്യേകം ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. ഓക്കെ, ആൻസർ ഇതാണ്. സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ ഡിസോൾവിംഗ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഇസ് നോൺ ആസ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അല്ലെ? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ആൻഡ് ബി ക്വസ്റ്റ്യൻ, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് more solute particles will dissolve in the saturated solution, thus the solution becomes super saturated solution. താപനില വർദ്ധിപ്പിച്ചാൽ പൂരിത ലായനിയിൽ കൂടുതൽ ലീനം ലയിക്കുന്നു എങ്കിൽ ലായനി അതിപൂരിതമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, പഠിച്ചു വെക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. പഠിക്കണം, പഠിക്കാതെ പോകരുത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോർഷൻസ് ആണ് പറയുന്നത്, പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് വിത്ത് സ്യൂട്ടബിൾ. എന്നാൽ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക. മിൽക്ക് കൊളോയിഡ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ മഡി വാട്ടർ, ചെളിവെള്ളം എന്തായിരിക്കും മക്കളെ? ട്രൂ സൊല്യൂഷൻ ആണോ, കൊളോയിഡ് ആണോ, സസ്പെൻഷൻ ആണോ? ആൻസർ ഇപ്പൊ തന്നെ ചാറ്റിലേക്ക് വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ഒരാളോട് ചോദിക്കാം, ഒരു സമാധാനത്തിന് വേണ്ടി. ആരാണ് സാർ വരുന്നത്? ആരാണ്? ആത്മജ് എസ് ദാസ്.
യെസ് ഗുഡ് ഈവനിങ്. ആത്മജിനെ അമ്മ ഇരുത്തി പഠിപ്പിക്കുന്നതാണോ? എക്സാം ആയുണ്ടോ? ആ ഓക്കെ. ഇതാ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ എൻ്റെ ഉമ്മാനെയാണ്. കാരണം ഞാനും പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എൻ്റെ ഉമ്മ ഇങ്ങനെ ഇരുത്തി ചോദ്യം ചോദിക്കുമായിരുന്നു. 8ലും 7ലൊക്കെ പഠിക്കുമ്പോൾ എന്താണ് പഠിച്ചത് ചോദ്യം ചോദിക്കുമായിരുന്നു. അല്ലെങ്കിൽ വായിച്ച് കേൾപ്പിച്ച് സൈൻ ചെയ്യിപ്പിച്ചുകൊണ്ടൊക്കെ പോകണമായിരുന്നു അന്ന്. വായിച്ചത് കേൾപ്പിക്കണം, പേരൻറ്റ് വായിച്ച് കേൾപ്പിച്ച് അതിൻ്റെ സൈനൊക്കെ ഇട്ടുകൊണ്ട് പോകണം. ഓക്കെ. അപ്പോൾ എപ്പോഴും നമ്മുടെ പേരൻസാണ് നമ്മുടെ വിജയത്തിലേക്ക് വിജയിക്കുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അവർ അതിനു വേണ്ടി നല്ലപോലെ ഇരുന്ന് ശ്രമം നടത്തുകയും ചെയ്യും. അവരെ കൊണ്ട് പറ്റാതെ വരുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, ട്യൂഷനൊക്കെ വിടുന്നത്. ഓക്കെ. എന്തായാലും ഇത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ നൊസ്റ്റാൾജി അടിക്കുവാണ്. അന്ന് എൻ്റെ ഉമ്മ ഇങ്ങനെ ഇരുന്ന് പഠിപ്പിച്ചതൊക്കെ ഓർക്കുവാണ്. ഓക്കെ ഓക്കെ ആത്മജ, ഇതിൻ്റെ ആൻസർ എന്താ? മഡി വാട്ടർ, സസ്പെൻഷൻ. വെരി ഗുഡ്. സസ്പെൻഷൻ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പോൾ കാണാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? എന്താണ് പൂരിത ലായനിയും അപൂരിത ലായനിയും തമ്മിലുള്ള അതിപൂരിത ലായനി കേട്ടോ മക്കളെ. പൂരിത ലായനിയും അതിപൂരിത ലായനിയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നമുക്കറിയാലോ. സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? മാക്സിമം സൊല്യൂട്ട് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ അല്ലെ, നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ച് ചേർന്നാൽ അതിനെ നമ്മൾ സാച്ചുറേറ്റഡ് പൂരിത ലായനി എന്നും, ഇനി അതിൽ കൂടുതൽ അല്ലെ, അതായത് അതിൽ കൂടുതൽ ആവശ്യമായ സാച്ചുറേറ്റഡ് ആകാൻ ആവശ്യമായതിൽ കൂടുതൽ സൊല്യൂട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. അല്ലെ ബി, റൈറ്റ് 2 ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ സോലുബിലിറ്റി. ലയത്വത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ നമ്മുടെ മെറ്റീരിയൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ. അത് ആദ്യത്തെ ആൻസർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ ഡിസോൾവിംഗ് മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആണ് സാച്ചുറേറ്റഡ്. ദ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻ മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് that is required to saturated, it is known as super saturated solution. അല്ലെ, ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. അതിനെ പൂരിതമാക്കാൻ ആവശ്യമായതിൽ കൂടുതൽ അല്ലെങ്കിൽ അധികം ലീനം ലയിച്ചു ചേർന്ന ലായനിയെ അതിപൂരിത ലായനി എന്നും വിളിക്കുന്നു. ഓക്കെ. ബിയുടെ ആൻസർ നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്, ലീനത്തിന്റെ സ്വഭാവം, ടെമ്പറേച്ചർ താപനില. ഇവര് രണ്ടുപേരുമാണ് എന്ത്? സോലുബിലിറ്റിയെ അല്ലെ ലയത്വത്തെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ദ സൊല്യൂട്ട്, ലീനത്തിന്റെ സ്വഭാവവും ടെമ്പറേച്ചർ താപനിലയുമാണ് പഠിക്കുക കേട്ടോ. ഓക്കെ. ഈ 5th ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപകാരം ഞാൻ പറഞ്ഞു തരട്ടെ. 5ാമത്തെ ചാപ്റ്റർ നിങ്ങൾ മനോഹരമായി പഠിച്ചു കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് 6ാമത്തെ ചാപ്റ്റർ സൊല്യൂഷൻസാണ്. മനസ്സിലായോ? ഈ ചാപ്റ്റർ അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് 9ാം ക്ലാസ്സിൽ. കാരണം 9ാം ക്ലാസ്സിലത്തെ സിലബസ് ഈ വർഷം മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 6ാമത്തെ ചാപ്റ്റർ ഇതുപോലെ അവിടെ കോപ്പി പേസ്റ്റാണ്. അപ്പോൾ ഇത് നല്ലപോലെ പഠിച്ചാൽ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ എന്തായി ഓക്കെ. അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക കേട്ടോ ഈ ചാപ്റ്റർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th ക്വസ്റ്റ്യൻ. 6th ക്വസ്റ്റ്യൻ. ക്ലാസിഫൈ ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഇൻടു ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. എന്താണ്? ചുവടെ നൽകിയിരിക്കുന്ന പദാർത്ഥങ്ങളെ യഥാർത്ഥ ലായനി, കൊളോയിഡ്, സസ്പെൻഷൻ എന്നിങ്ങനെ തരംതിരിക്കുക. മഡി വാട്ടർ, ഫോഗ്, മിൽക്ക് ഷുഗർ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. ചെളിവെള്ളം, മൂടൽ മഞ്ഞ്, പാൽ, പഞ്ചസാര ലായനി, കോപ്പർ സൾഫേറ്റ് ലായനി, ചോക്ക് പൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം. ഇതിനെ നമ്മൾ എന്തൊക്കെയായിട്ട് തരംതിരിക്കണം? ട്രൂ സൊല്യൂഷൻ യഥാർത്ഥ ലായനി, കൊളോയിഡ് സസ്പെൻഷൻ ആയിട്ട് തരംതിരിക്കണം. ഇമ്പോർട്ടൻറ്റ് എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, പഠിച്ചു വെച്ചോളണം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് നമുക്ക് പോകാം. ആൻസർ പറയാൻ ആരാണ് സാർ വരുന്നത്? ആര് വരും? ആരാണ്? അൽമ ഫാത്തിമ. ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കൈ നോക്കാം അല്ലേ? നമ്മൾ പറയില്ലേ ഒരു കൈ നോക്കാന്ന് പറയില്ലേ? ഒന്ന് നോക്കിക്കേ. അൽമ, ട്രൂ സൊല്യൂഷൻ യഥാർത്ഥ ലായനി ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ടെൻഷൻ അടിക്കണ്ട, പതുക്കെ റിലാക്സ് ചെയ്ത് പറഞ്ഞാൽ മതി. ഇത് തെറ്റിയാലും കുഴപ്പമില്ലെന്നേ, ഒരു കുഴപ്പമില്ല. യെസ് അൽമ, അൺമ്യൂട്ട് ആയില്ലേ? അൽമ പേടിക്കണ്ട, അൺമ്യൂട്ട് ചെയ്യാ, കുഴപ്പമില്ല. ചെറിയൊരു പേടി ഉണ്ടാവും. ഓക്കെ. നമുക്ക് വേറൊരാൾക്ക് പാസ് ചെയ്യാം. ആരാണ് സാർ? ഹൃദ്യ സി ജി വന്നിട്ടുണ്ട്. യെസ് ഹൃദ്യ പറഞ്ഞോ. ട്രൂ സൊല്യൂഷൻ യഥാർത്ഥ ലായനി ഏതാണ്? ഷുഗർ സൊല്യൂഷൻ. ഓക്കെ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ. അപ്പോൾ ഷുഗർ സൊല്യൂഷനും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും. ഓക്കെ, വെരി ഗുഡ്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൊളോയിഡ് പറയാൻ നമുക്ക് ആരെ വിളിക്കാം സാറേ? എസ്റ്റീൻ അല്ലേ? എസ്റ്റീനെ കൊളോയിഡ് പറഞ്ഞേടാ ഇതില്ലേ? എസ്റ്റീന ആദ്യം അൺമ്യൂട്ട് ചെയ്യ്. പറ. എടാ നീ എന്തിനാ ഈ ദേഷ്യപ്പെട്ടെന്തിനാ? ഞാൻ നിന്നെ വിളിച്ചിട്ട് ഇതിലെ കൊളോയിഡ് ഏതാണെന്നൊന്ന് പറയാമോ എന്നാ ഞാൻ ചോദിച്ചേ. അപ്പൊ കുറച്ചു മുമ്പ് ട്രൂ സൊല്യൂഷനിൽ മറ്റേ പറഞ്ഞതാ. എടാ കൊളോയിഡാ? അപ്പൊ ഞങ്ങളൊക്കെ എന്താ മണ്ടന്മാരാ? എടാ നോക്കിക്കേടാ, മഡി വാട്ടർ, ഫോഗ്, മിൽക്ക് ഷുഗർ സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. ഇതില് കൊളോയിഡ് ആരൊക്കെയാണെന്നാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. നമ്മൾ കുറച്ച് മുമ്പ് കൊളോയിഡിന്റെ ഒരു എക്സാമ്പിൾ ഇതിൽ നിന്ന് ഒരെണ്ണം പഠിച്ചായിരുന്നു. അതിലേതാ? കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞായിരുന്നു കൊളോയിഡിന്റെ എക്സാമ്പിൾ ആണ് ഇന്നതെന്ന്. നീ ക്ലാസ്സിലേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. അതാ മിൽക്കാണ്. മിൽക്ക് കൊളോയിഡ് അതിനെ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. മിൽക്കും ഉണ്ട്, കൂടാതെ എന്തുണ്ട്? ഫോഗും ഉണ്ട്, മൂടൽ മഞ്ഞ്. ഇത് രണ്ടും എന്താണ്? കൊളോയിഡിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇത് ഏതായിരുന്നു? സസ്പെൻഷൻ പറയാൻ സാറേ ആരാണ് വരുന്നത്? ആരാണ്? ഏകനാഥ്. യെസ്, ഏകനാഥ്. മോനെ ഇതിന്റെ സസ്പെൻഷൻ ഏതൊക്കെയാടാ? മഡി വാട്ടർ, പിന്നെ മഡി വാട്ടർ ആൻഡ് മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് സസ്പെൻഷനിൽ വരുന്നത്. ആൻസേഴ്സിലേക്ക് നമുക്ക് പോകാം. ട്രൂ സൊല്യൂഷൻ യഥാർത്ഥ ലായനി എന്താണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് ഷുഗർ സൊല്യൂഷൻ എന്താണ്? പഞ്ചസാര ലായനിയും കോപ്പർ സൾഫേറ്റ് ലായനിയും. കൊളോയിഡിലായിട്ട് വരുന്നത് ഫോഗ്, അതായത് മിൽക്കും മൂടൽ മഞ്ഞും പാലുമാണ്. സസ്പെൻഷനിൽ വരുന്നതാണ് മഡി വാട്ടർ, മിക്സ്ചർ ഓഫ് ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. എന്താണ്? ചെളി വെള്ളവും ചോക്ക് പൊടിയും വെള്ളവും ചേർന്ന മിശ്രിതം. ഓക്കെ, യെസ്. അപ്പോ നാളെ മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് നമ്മൾ ഡിസ്കഷൻ നിർത്തുവാണ്. അങ്ങനെ 8ാം ക്ലാസ്സിലത്തെ കെമിസ്ട്രിയുടെ AI അക്കാദമിക് ഇൻസൈറ്റിൽ നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഇത് നല്ലപോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോഴും കുറച്ച് കുട്ടികൾ എന്താണ് ചില ഭാഗങ്ങളൊന്നും തൊട്ട് നോക്കിയിട്ടില്ല, ആ പഠനത്തിൻ്റെ സീരിയസ്നെസ്സിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 8ാം ക്ലാസ് പോലെയല്ല നിങ്ങൾ ഇനി കയറാൻ പോകുന്ന 9ാം ക്ലാസ്. ഓക്കെ, 9th ക്ലാസ് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ക്ലാസ് അല്ല. 9th ക്ലാസ് എന്ന് വെച്ചാൽ അത്യാവശ്യം ടഫാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്നേ നിങ്ങൾ അതിനൊരു പ്രിപ്പറേഷനായിട്ട് ചെന്നാൽ മാത്രമേ 9ാം ക്ലാസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക? നല്ലപോലെ പഠിക്കുക. ഓക്കെ, ഉഴപ്പാതെ, കാരണം സിമ്പിൾ കാര്യങ്ങളാണ്. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രി വളരെ സിമ്പിളാണ്. നിങ്ങളത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം കഴിഞ്ഞ വർഷത്തെ 8ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഇപ്പോഴും പറയും, ക്ലാസ് കയറുമ്പോൾ പറയും, സാറേ 8ാം ക്ലാസ് എന്ത് സിമ്പിളായിരുന്നു സാറേ, അത്രയും സിമ്പിൾ. കാരണം എല്ലാവർക്കും 20 out of 20 ആയിരുന്നു മെജോറിറ്റി സ്റ്റുഡൻസിനും. അപ്പോൾ നിങ്ങൾക്കും അത് കഴിയും. ഓക്കെ, അപ്പോൾ നല്ലപോലെ പഠിക്കുക. ഇനി എവിടെയെങ്കിലും പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നല്ലപോലെ ക്ലിയർ ആയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാകും. അതായത് വിന്നേഴ്സിലെ സ്റ്റുഡൻസിന് നാളെ നിങ്ങൾക്ക് രാവിലെ മോർണിംഗ് സെക്ഷനിൽ കെമിസ്ട്രിയുടെ തന്നെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, ഇത് വീണ്ടും ഒന്ന് നിങ്ങൾക്ക് എന്താണ് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാം. അതിനു വേണ്ടി നാളെ ഒരു ക്ലാസ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ രാവിലെ കൃത്യം 6 മണിക്ക് എല്ലാ സ്റ്റുഡൻസും, അതായത് വിന്നേഴ്സിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറുക. നല്ല മാർക്സ് എല്ലാ പൊന്നു മക്കൾക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നല്ല രീതിയിൽ എക്സാംസ് പഠിച്ചെഴുതുക. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് നാളെ രാവിലെ വിന്നേഴ്സിലുള്ള സ്റ്റുഡൻസുമായിട്ട് കാണാം. ബൈ.